ഇന്ന് 20-ാം തീയതി 18-ാം തീയതി ഞങ്ങളുടെ സഹപ്രവർത്തകർ ഒരു പത്രസമ്മേളനം നടത്തിയിരുന്നു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം 5 വർഷത്തിനിടയിൽ ഇങ്ങനെ ഒരു പത്രസമ്മേളനം നടത്താൻ ഇടവരരുത് എന്നാഗ്രഹിച്ചവരാണ് ഞങ്ങൾ. പക്ഷെ അവർ നിർബന്ധിച്ചാൽ ചില സംശയങ്ങളും ചില കുറ്റപ്പെടുത്തലുകളും ചില ആരോപണങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ അതിന് മറുപടി അർഹിക്കുന്നതല്ല അതൊന്നും. പക്ഷേ മറുപടി പറയാതിരുന്നാൽ കുറച്ചാളുകളെങ്കിലും തെറ്റിദ്ധരിക്കപ്പെടും എന്നുള്ളതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെയൊരു വാർത്താസമ്മേളനം വിളിച്ചു കൂട്ടാൻ വേണ്ടിയിട്ട് ആലോചിച്ചത്. ആദ്യം മുതൽ അവർ പറഞ്ഞ ചില കാര്യങ്ങൾക്ക് ഞങ്ങൾക്ക് പറയാനുള്ള മറുപടി ആദ്യം പറയും. ബഹുമാനപ്പെട്ട ആ പത്രസമ്മേളനം ലീഡ് ചെയ്ത മെമ്പർ ആദ്യമായി ഉന്നയിച്ച ഒരാരോപണം ഞങ്ങളെ അവർ പ്രതിപക്ഷാംഗങ്ങളാണെന്ന് പറഞ്ഞു. സാധാരണ പഞ്ചായത്തിൽ അങ്ങനെ ഭരണകക്ഷി പ്രതിപക്ഷം എന്നൊന്നും ഇല്ല എന്നാണ് ഞങ്ങൾ ഇതുവരെ കണക്കാക്കിക്കൊണ്ടിരുന്നത്. ഞാൻ ഒരു പ്രതിപക്ഷാംഗങ്ങളായിക്കൊള്ളട്ടെ, സംശയം കുഴപ്പമില്ല. ഞങ്ങൾ പ്രതിപക്ഷാംഗങ്ങളെ പഞ്ചായത്തിൻ്റെ പൊതുപരിപാടികളിൽ നിന്ന് മാറ്റി നിർത്തുന്നു, ഞങ്ങളെ സഹകരിപ്പിക്കുന്നില്ല എന്നതായിരുന്നു ഏറ്റവും ആദ്യത്തെ പരാതി എന്നുള്ള നിലയിൽ പറഞ്ഞ കാര്യം. 18-ാം തീയതിയാണ് പത്രസമ്മേളനം നടക്കുന്നത്. 17-ാം തീയതിയാണ് നമ്മുടെ പഞ്ചായത്തിൻ്റെ ഏറ്റവും പ്രസ്റ്റീജിയസ് പ്രൊജക്റ്റായ കുട്ടികളുടെ തിയേറ്റർ എന്ന പ്രൊജക്റ്റിൻ്റെ അവതരണം ചെറുപുഴ JMVP സ്കൂളിൽ വെച്ച് നടന്നു. അതിൻ്റെ ഉദ്ഘാടന സമ്മേളനത്തിൽ ആ മെമ്പർ അടക്കം, പേരെടുത്ത് പറയുന്നതിനൊരു വിഷമമില്ല, KD പ്രവീൺ എന്ന് പറഞ്ഞ 13-ാം വാർഡ് മെമ്പറും ആശംസ പറഞ്ഞ ആളാണ്. പഞ്ചായത്തിൻ്റെ ഒരു പൊതുപരിപാടി എന്ന് പറയാൻ പഞ്ചായത്തിൻ്റെ പരിപാടികൾ ഇങ്ങനെ, ഇതാണ് പഞ്ചായത്തിൻ്റെ പൊതുപരിപാടി, അല്ലാതെ വേറെ പഞ്ചായത്തിൻ്റെ പൊതുപരിപാടി എന്ന് പറയാൻ വേണ്ടി തൊട്ട് തലേ ദിവസം നടന്ന പൊതുപരിപാടിയിൽ പ്രവീൺ മെമ്പർ ആശംസ പറഞ്ഞിരുന്നു. അന്ന് പത്രസമ്മേളനത്തിൽ പങ്കെടുത്ത രേഷ്മ വി രാജു എന്ന് പറയുന്ന മെമ്പർ മെമൻറ്റോ കൊടുക്കാൻ വേണ്ടി വൈസ് പ്രസിഡന്റിനോടും ബാലേട്ടനോടും എന്നോടും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവരെ നമ്മൾ മാറ്റി നിർത്തുന്നു എന്ന് പറയുന്നതിന്, തലേ ദിവസം കഴിഞ്ഞ കാര്യം പോലും ഓർക്കാതെ മാറ്റി നിർത്തുന്നു എന്ന് പറയുന്നത് പിന്നെ നിങ്ങളെല്ലാം കണ്ടവരാണ്. പിന്നെ അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ കമൻ്റ് ഒന്നും ഞാൻ നടത്തുന്നില്ല. രണ്ടാമത്തെ ഒരു കാര്യം, ഇവിടെ പൊതുസ്വത്ത് വിറ്റഴിക്കാൻ വേണ്ടിയിട്ട് നടത്തിയ ശ്രമം അവരുടെ ഇടപെടലുകൾ കൊണ്ട് നടക്കാതെ വന്നു. അങ്ങനൊരു കാര്യം പറഞ്ഞു. പെട്ടെന്നത് കേട്ടപ്പോൾ ഏതാണെന്ന് പോലും മനസ്സിലായില്ല. കുറച്ച് ആലോചിച്ചപ്പോഴാണ് മനസ്സിലായത്. ഇവിടെ നമ്മുടെ ചെക്ക് ഡാമിൽ പെഡൽ ബോട്ടിങ് നടത്തുന്നതിന് വേണ്ടിയിട്ട് പെർമിഷൻ ചോദിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് ഇറങ്ങാനുള്ള വഴിയും ബോട്ടുകളൊക്കെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള സ്ഥലവും പുഴക്കരയിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പെർമിഷൻ ചോദിച്ചുകൊണ്ട് ചെറുപുഴ പഞ്ചായത്ത് ഓഫീസിന് സമീപം തന്നെ പ്രവർത്തിക്കുന്ന ഒരു സൊസൈറ്റി, ഒരു ടൂറിസം സൊസൈറ്റി, ഹിൽവ്യൂ സൊസൈറ്റി ഒരു അപേക്ഷ ഫ്രണ്ട് ഓഫീസിൽ കൊടുത്തു. ഫ്രണ്ട് ഓഫീസിൽ കൊടുത്ത അപേക്ഷ പ്രസിഡന്റിന്റെ ശ്രദ്ധയിൽപ്പെടുകയും പ്രസിഡന്റ് അത് അടുത്ത യോഗത്തിൽ ആലോചിച്ച് തീരുമാനിക്കാമെന്ന് പറഞ്ഞ് അജണ്ടയിൽപ്പെടുത്താൻ പറയുകയും. അത് അജണ്ടയിൽപ്പെടുത്തിയപ്പോൾ അജണ്ട കുറിപ്പായി അവരുടെ അപേക്ഷ താഴെ കൊടുത്തിരുന്നു. അതിലൊന്നും മറച്ചു വെക്കാനൊന്നും ഉണ്ടായിരുന്നില്ല. 19 മെമ്പർമാരടങ്ങുന്ന ഈ ബോർഡ് തീരുമാനിക്കുന്നത് എന്തോ അത് നടപ്പിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് അജണ്ടയിൽപ്പെടുന്നത്. പിറ്റേ ദിവസം തന്നെ അത് വലിയ അജണ്ടക്കുറിപ്പ് പബ്ലിക് ഡൊമൈനിലുള്ള സാധനമാണ്. രഹസ്യമായി ചെയ്യുന്ന കാര്യമാണെങ്കിൽ അജണ്ട കുറിപ്പാക്കുകയോ അജണ്ടയിൽ പെടുത്തുകയോ ചെയ്യേണ്ട കാര്യമുണ്ടായിരുന്നില്ല. എന്തായാലും പിറ്റേ ദിവസം തന്നെ വലിയ തോതിലുള്ള പ്രക്ഷോഭം ഇവിടെ ഉണ്ടായി. മീഡിയകളൊക്കെ അത് ഏറ്റെടുത്തു. ഇവിടെ എന്തോ സ്വകാര്യ ലാഭത്തിന് വേണ്ടി എന്തോ ചെയ്യാൻ പോവുകയാണെന്നുള്ളൊരു എന്താ പറയുക, അങ്ങനെ ഒരു ടെമ്പോ സൃഷ്ടിക്കാൻ അവർക്ക് കഴിഞ്ഞു. സ്വാഭാവികമായും അങ്ങനെ ആരുടെ എതിർപ്പ് വിലയ്ക്ക് വാങ്ങിക്കൊണ്ട് ഇങ്ങനൊന്നും ചെയ്യേണ്ട താല്പര്യമില്ലാത്തതുകൊണ്ട് അതിൽ നമ്മൾ ബലം പിടിക്കാൻ വേണ്ടി നിന്നില്ല. തൽക്കാലം അതങ്ങോട്ട് മാറ്റിവെച്ചു. ഇനി അത് മാറ്റിവെച്ചില്ലായിരുന്നുവെങ്കിൽ നമ്മളുടെ ഈ എന്താ പറയുക BCBയിലുള്ള ഈ ജലസംഭരണിയിൽ പെഡൽ ബോട്ടുകൾ ഓടുമായിരുന്നു. കുറച്ച് ആൾക്കാർക്ക് തൊഴിൽ കിട്ടുമായിരുന്നു. പാർക്കും കാര്യങ്ങളും ഒക്കെ കൂടെ വന്നതുകൊണ്ട് ഒരു ടൂറിസ്റ്റുകൾ കുറേ അധികം ആളുകൾ ഇവിടെ വരുമായിരുന്നു. ആ ഒരു അങ്ങനെ ഉണ്ടാകാമായിരുന്ന ഒരു വളർച്ച, ടൂറിസം രംഗത്ത് എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ വേണ്ടിയിട്ട്
പറ്റുമായിരുന്ന ഒരവസ്ഥ ഇല്ലാതായി എന്ന് മാത്രമേ ഉള്ളൂ. അതിന് ഞങ്ങളെന്തെങ്കിലും വിറ്റ് തുലയ്ക്കാൻ വേണ്ടി തുടങ്ങി അത് ഞങ്ങളായി തടഞ്ഞു എന്നൊന്നും പറയുന്നതിന് അർത്ഥമുണ്ടെന്ന് തോന്നുന്നില്ല. ഞാൻ എൻ്റെ സുഹൃത്തുക്കളായ മീഡിയ പേഴ്സൺസിനൊക്കെ അറിയാം, ആയന്നൂർ തീരം എന്ന് പറഞ്ഞിട്ട് താഴെ ഒരു നല്ല പരിപാടി നടക്കുന്നുണ്ട്. അതുപോലെ അതിന് കുറച്ച് വ്യത്യസ്തമായിട്ട് പെഡൽ ബോട്ടുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ളൊരു പരിപാടി ഇവിടെ നടക്കുമായിരുന്നു. അത് അവരില്ലാതാക്കിയെന്ന് മാത്രമേ അതിനെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടുള്ളൂ. ഈ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും പറഞ്ഞതിന്. മൂന്നാമത് പറഞ്ഞൊരു കാര്യം, വീടുകളുടെ ഡിസ്ട്രിബ്യൂഷനിൽ ഇവിടെ ഇടതുപക്ഷ വലതുപക്ഷ വ്യത്യാസം ഭരണസമിതി എന്ന് പറഞ്ഞാൽ അവരെ ഉൾപ്പെടുന്നതാണ് ഭരണസമിതി. അപ്പോൾ അവരെന്നാണ് പറയുന്നത്, അവരെന്തോ കാണിച്ചു എന്നുള്ള നിലയിൽ ഒരു ആരോപണം ഉണ്ടായി. ചെറുപുഴ പഞ്ചായത്തിൽ ഈ ഭരണസമിതി ചുമതലയേറ്റപ്പോൾ പഞ്ചായത്ത് ഭരണസമിതി 19 പേരടങ്ങുന്ന ഭരണസമിതി, അല്ലാതെ 13 പേരടങ്ങുന്ന ഭരണസമിതി അല്ല, 19 പേരടങ്ങുന്ന ഭരണസമിതി കണ്ടെത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം പാർപ്പിട പ്രശ്നമായിരുന്നു. ആദ്യമായിട്ട് ഒരു 10-15 ദിവസമായിട്ടുണ്ടാവുള്ളൂ, നമ്മൾ ചുമതലയേറ്റ് 10-15 ദിവസമായപ്പോൾ ഒരു വാട്സപ്പിലൊരു വീഡിയോ വന്നു. ഒരു മുകളിലോട്ട് നോക്കിയ ആകാശവും സൈഡിലേക്ക് നോക്കിയ ഓലപ്പഴുതുകളും മാത്രമുള്ള ഒരു വീട്ടിൽ ഒരു കുടുംബം താമസിക്കുന്നു, ഇവിടെ പഞ്ചായത്തില്ലേ ഭരണമില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് വന്നു. ഞങ്ങളിവിടെ ആദ്യം അത് പരിശോധിച്ചപ്പോൾ ഞങ്ങൾക്ക് ആർക്കും സ്ഥലം പോലും പിടികിട്ടിയില്ല, ഇത് എവിടെയാണ് എന്നുള്ളത് ഒരു മെമ്പർമാർക്കും അറിയുമായിരുന്നില്ല. ശരിക്കത് 14-ാം വാർഡിൻ്റെ അങ്ങേയറ്റത്ത് ആലക്കോടിനോട് ചേർന്ന് കിടക്കുന്ന, ആലക്കോടിൻ്റെ അതിർത്തിയിൽ കിടക്കുന്ന കുണ്ടേരിയുടെ ഭാഗത്തുള്ളൊരു വീടാണ്. ഏതായാലും ഇത് കണ്ട സ്ഥിതിക്ക് നമ്മളത് അന്വേഷിച്ച് പോകാൻ വേണ്ടി തയ്യാറായി. ഞാനുണ്ടായിരുന്നു, ജോയി ഉണ്ടായിരുന്നു, അന്നത്തെ സെക്രട്ടറി ബാബുരാജ് ഉണ്ടായിരുന്നു. പിന്നെ അന്ന് നമുക്ക് ഈ കോവിഡ് കാലത്തൊക്കെ നമ്മളെ സഹായിച്ചുകൊണ്ടിരുന്ന ഒരു യൂത്ത് വോളണ്ടിയർ ഉണ്ടായിരുന്നു, ലിജോ. ഞങ്ങളാണ് അവിടെ പോയത്. അവിടെ പോയി കണ്ടപ്പോൾ തന്നെ വലിയ ബുദ്ധിമുട്ട് തോന്നി. 15 ദിവസത്തിനകം ഇവർക്ക് നനയാതെ കിടക്കാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കാമെന്ന് ഞങ്ങൾ അവിടുന്ന് പറഞ്ഞിട്ട് പോന്നു. 15 ദിവസത്തിനകത്ത് ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്തു. വലിയ വീടൊന്നും അല്ല, എന്നാലും അവർക്ക് നനയാതെ ഉറപ്പോടെ കയറി കിടക്കാൻ പറ്റുന്ന ഒരു സംവിധാനം ഒരുക്കി കൊടുക്കാൻ വേണ്ടി നമുക്ക് കഴിഞ്ഞു. അന്ന് തീരുമാനിച്ചതാണ് ഞങ്ങൾ, നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഇതുതന്നെയാണ്, ഹൗസിംഗ് ആണ്. കണ്ണൂർ ജില്ലയിൽ ഏറ്റവും കൂടുതൽ ലൈഫ് വീടുകൾ കൊടുത്ത പഞ്ചായത്തുകളിലൊന്ന് ചെറുപുഴ പഞ്ചായത്ത്. ഇപ്പോൾ ഏകദേശം 550-നടുത്തായിട്ടുണ്ട് നമ്മൾ കൊടുത്ത വീടുകളുടെ. അപ്പോൾ അതേ അവസരത്തിൽ തന്നെ ലൈഫിൻ്റെ വീട് കിട്ടാൻ അർഹതയുള്ള ആളുകളുണ്ട്, ലൈഫിൻ്റെ വീട് കിട്ടാൻ അർഹതയില്ലാത്ത കുറേ ആളുകൾ മഴ മുഴുവൻ ചോർന്നൊലിക്കുന്ന വീടുകളിൽ കഴിയുന്നവരുണ്ട് എന്നുള്ളത് മെമ്പർമാരെല്ലാവരും ബോധ്യമുള്ളതുകൊണ്ട് നമുക്ക് വീട് റിപ്പയറിന് വേണ്ടിയിട്ട് പൈസ വെക്കണം, മേൽക്കൂര റിപ്പയറിന് വേണ്ടി പൈസ വെക്കണമെന്ന് തീരുമാനിക്കുകയും ആദ്യത്തെ വർഷം 75 വീടുകളിലായിരുന്നു വെച്ചാൽ 60 വീടിന് പൈസ വെച്ചു. 60 വീട് തിരഞ്ഞെടുക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ എല്ലാ വാർഡിലും ഇഷ്ടംപോലെ വീടുകളുണ്ട്, എല്ലാ വാർഡുകളിലും ഇഷ്ടംപോലെ വീടുകളുണ്ട്, ഒരേ അവസ്ഥയിലുള്ള ഇഷ്ടംപോലെ വീടുകൾ. അപ്പോൾ നമ്മൾ അന്ന് എന്ത് ചെയ്തു, എല്ലാ ഭാഗത്തും ഇരുന്നോട്ടെ, എല്ലാ ഭാഗത്തുള്ളവരെയും പരിഗണിക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാ വാർഡുകൾക്കും തുല്യമായി ആ വിഭജനം നടത്തി. തുടർന്ന് വന്ന വർഷങ്ങളിൽ 2 വർഷമായി, അടുത്ത വർഷം നമ്മൾ 75 പിന്നത്തെ വർഷം 80-82 പിന്നെ തുടർന്ന് വന്ന വർഷങ്ങളിൽ ഏതാണ്ട് ഇതേപോലെ തന്നെയാണെങ്കിലും കഴിഞ്ഞ വർഷം കൃത്യമായി വീതം വെക്കേണ്ട ആവശ്യമില്ലാതെ വന്നു. കാരണം എന്താ വെച്ചാൽ ചില വാർഡുകളിൽ അത്ര അർഹതയുള്ളവരാണ്, പക്ഷെ മറ്റുള്ളവരത്ര ശോചനീയമായ സ്ഥിതിയിലുള്ളവരല്ലാത്ത വീടുകളുണ്ട്. അങ്ങനെ വന്നപ്പോൾ ഒരു ടീം, പഞ്ചായത്തിൽ നിന്നൊരു ടീം, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ഉത്തരവാദിത്വത്തിൽ അത് വീടിൻ്റെ കാര്യങ്ങൾ നടപ്പിലാക്കുന്ന വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ അടക്കമുള്ള ഒരു ടീം ഈ അപേക്ഷകരുടെ എല്ലാ വീടുകളും സന്ദർശിച്ച് അതിലേറ്റവും അർഹരായവർക്ക് അല്ലെങ്കിൽ ഏറ്റവും ശോച്യാവസ്ഥയിലുള്ളവർക്ക് വീട് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു. കഴിഞ്ഞ വർഷം പല വാർഡുകളിലും വ്യത്യസ്തമായിരുന്നു വീടുകളുടെ എണ്ണം. ഈ വർഷം ഞങ്ങളുടെ അവസാന വർഷമാണ്. നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന പരമാവധി കാര്യം ചെയ്യണമെന്നുള്ള തീരുമാനത്തിൻ്റെ വെളിച്ചത്തിലാണ് 100 വീടിന് 1 ലക്ഷം രൂപ വെച്ച് കൊടുക്കാൻ വേണ്ടി 1 കോടി രൂപ മാറ്റിവെച്ചു. ആ 100 വീടിന് ഇതേ ക്രൈറ്റീരിയ തന്നെ ഉപയോഗിച്ചിട്ട് നമ്മുടെ ഒരു സംഘം, മെമ്പർമാരും ഉദ്യോഗസ്ഥന്മാരും അടങ്ങുന്ന ഒരു സംഘം ഈ അപേക്ഷകൾ കിട്ടുന്ന ഓരോ വാർഡിൽ നിന്നും കിട്ടുന്ന അപേക്ഷയിലും മാർക്കിട്ടിട്ടാണ് അപേക്ഷ തരുന്നത്. അതിലേറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയ വീടുകൾ എടുത്തിട്ട് പരിശോധന നടത്തിയപ്പോൾ അതിൻ്റെ ഫലമായിട്ടാണ് നമ്മൾ വീട് വീതം വെച്ച് കൊടുത്തത്. അങ്ങനെ വീതം വെച്ച് കൊടുത്തപ്പോൾ നമ്മൾ കാണേണ്ട ഒരു കാര്യം,
1-ാം വാർഡിൽ 2 വീടേ കൊടുക്കേണ്ടിയുണ്ടായിരുന്നുള്ളൂ. 4 വീടിന് അപേക്ഷയുണ്ട്, പക്ഷെ 2 വീടേ കൊടുക്കേണ്ടിയുണ്ടായിരുന്നുള്ളൂ. വൈസ് പ്രസിഡന്റ് വാർഡാണ്. 2-ാം വാർഡില് 7 അപേക്ഷ ഉണ്ടായിരുന്നു, അതിൽ 3 വീടേ കൊടുക്കേണ്ടതുണ്ടായിരുന്നുള്ളൂ. 7 അപേക്ഷ ഉണ്ടായിരുന്നു. അത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്റെ വാർഡാണ്. എന്നുവെച്ച് സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗങ്ങളുടെ വാർഡ് മാത്രമാണ് ഞാൻ എടുത്തു പറയാൻ പോകുന്നത്. 3-ാം വാർഡിൽ 11 അപേക്ഷ ഉണ്ടായിരുന്നു, അതിൽ 3 വീടുകളാണ് കൊടുക്കാൻ ഈ കമ്മിറ്റി തീരുമാനിച്ചത്, അവർക്ക് കൊടുത്തിട്ടുണ്ട്. 4-ാം വാർഡിൽ 12 അപേക്ഷ ഉണ്ടായിരുന്നു. 4-ാം വാർഡിൽ 12 അപേക്ഷ ഉണ്ടായിരുന്നു. ആ 4-ാം വാർഡിൽ 12 അപേക്ഷ ഉണ്ടായിരുന്നു. 4-ാം വാർഡിന്റെ പ്രത്യേക 4-ാം വാർഡ് CPM മെമ്പർ പ്രതിനിധാനം ചെയ്യുന്ന വാർഡാണ്. 12 അപേക്ഷ ഉണ്ടായിട്ട് അവർക്ക് 4 വീടാണ് കൊടുത്തത്. ഇനി ഇങ്ങനെ ഞാൻ ഓരോന്നോരോന്നായി വായിക്കും. 6-ാം വാർഡിൽ 28 അപേക്ഷ ഉണ്ടായിരുന്നു. 28 അപേക്ഷ ഉണ്ടായിട്ട് 10 വീടാണ് അവർക്ക് കൊടുത്തത്. 7-ാം വാർഡിൽ 16 അപേക്ഷ ഉണ്ടായിരുന്നു, 5 വീടാണ് കൊടുത്തത്. 8-ാം വാർഡ് എൻ്റെ സ്വന്തം വാർഡാണ്, പ്രസിഡന്റിന്റെ വാർഡാണ്. 9 അപേക്ഷ ഉണ്ടായിരുന്നു, 5 വീട്. 6-ാമത് ഒരെണ്ണം കൊടുക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ട് ആ കമ്മിറ്റി 5 എണ്ണേ തന്നുള്ളൂ. അങ്ങനെ എനിക്ക് വിഷമമുണ്ടായില്ല. കാരണം എന്താ വെച്ചാൽ ഒരേ പോലെ ഇരിക്കുന്നതാണ്. അതിൽ അവർ നോക്കുമ്പോൾ ഒരു വീട് കുറച്ചുകൂടെ മെച്ചാണെന്ന് പറഞ്ഞു, ആയിക്കോട്ടെ 5 വീടേ കൊടുത്തുള്ളൂ. ഇനി നമുക്ക് താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ 16-ാം വാർഡ് 13 അപേക്ഷ ഉണ്ടായിരുന്നു, 5 എണ്ണം കൊടുത്തു. 17-ാം വാർഡിൽ 6 അപേക്ഷ ഉണ്ടായിരുന്നു, 3 എണ്ണം കൊടുത്തു. 18-ാം വാർഡിൽ 10 അപേക്ഷ ഉണ്ടായിരുന്നു, 3 എണ്ണം കൊടുത്തു. 19-ാം വാർഡിൽ 16 അപേക്ഷ ഉണ്ടായിരുന്നു, 5 എണ്ണം കൊടുത്തു. ഇത് കോൺഗ്രസിന്റെ മെമ്പർമാരും ഉള്ള വാർഡുകളാണ്. ആ വാർഡുകളിലും ഈ വ്യത്യാസം വന്നിട്ടുണ്ട്. തന്നെ അപേക്ഷയ്ക്ക് മുഴുവൻ കൊടുക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല. ഇനിയും ഒരു 100 വീടുകൂടെ കൊടുക്കാൻ വേണ്ടി കഴിയുന്ന ഒരു സംവിധാനം നമുക്ക് ഉണ്ടാവുമായിരുന്നെങ്കിൽ ഈ വീടുകൾക്ക് എല്ലാം കൊടുക്കാൻ നമുക്ക് കഴിയുമായിരുന്നു. പക്ഷെ നിർഭാഗ്യവശാൽ അതിനുള്ള സംഖ്യ നമുക്കില്ല. ഇതിൽ ഏത് തരത്തിലുള്ള 9-ാം വാർഡിൽ ആണ് ഏറ്റവും കൂടുതൽ വീട് കൊടുത്തിരിക്കുന്ന മറ്റൊരു വാർഡ്. ഷാൻഡി കലാധരൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണാണ്. ഷാൻഡി കലാധരന്റെ വാർഡിൽ നിന്ന് 30 അപേക്ഷ ഉണ്ടായിരുന്നു, അവിടെ 10 വീടേ കൊടുത്തിട്ടുള്ളൂ. ഇവർ പറയണത് ശരിയായിരുന്നെങ്കിൽ ഷാൻഡി കലാധരന്റെ വാർഡിൽ 20 കൊടുക്കാമായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് ബാക്കിയുള്ളതും കുറയ്ക്കാമായിരുന്നു. അങ്ങനെ ഒരു വ്യത്യാസം കാണുകയുണ്ടായിരുന്നെങ്കിൽ ഈ തരത്തിലൊക്കെ ചെയ്യാമായിരുന്നു. അതൊന്നും ഞങ്ങൾ ചെയ്തിട്ടില്ല. പിന്നെ അടുത്ത ഒരു ആരോപണം ഉണ്ടായത് കാപ്പിത്തൈകളുടെ എണ്ണമാണ്. ആ പ്രൊജക്റ്റിനെ കുറിച്ച് തന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. കാപ്പിത്തൈ കൊടുക്കുന്ന കാപ്പി കൃഷി എന്നുള്ള പ്രൊജക്റ്റ് ചെറുപുഴ പഞ്ചായത്ത് മാത്രം ഏറ്റെടുത്ത ഒരു പ്രൊജക്റ്റാണ്. കാപ്പിത്തൈ വിതരണം ഏറ്റെടുക്കാനുണ്ടായ ഒരു സാഹചര്യം, നമ്മുടെ ചില വാർഡുകളിലൊക്കെ വലിയ തോതിൽ കാട്ടാന അടക്കമുള്ള വന്യമൃഗ ശല്യമുണ്ട്. അതിൽ 9-ാം വാർഡിൽ കാട്ടാന ശല്യം കൊണ്ട് സ്ഥലം, നിങ്ങൾക്ക് പത്രപ്രവർത്തകർക്ക് എല്ലാവർക്കും അറിയാം, നിങ്ങളൊക്കെ കാണുന്നതാണ്. കാനംവയൽ ചേന്നാട്ടുവല്ലി ഭാഗത്ത് ഏക്കർ കണക്കിന് സ്ഥലം തരിശായി കിടക്കുകയാണ്. യാനയുടെ ശല്യം ഉള്ളതുകൊണ്ട് മാത്രം ഒഴിഞ്ഞു പോകുന്നതാണ്. തരിശായി കിടക്കുകയാണ്. ആ തരിശു ഭൂമി ഞങ്ങൾ 5 വർഷമായി കാണുന്നതാണ്. ഈ തരിശു ഭൂമി അവിടെ കിടക്കുന്നത്. ഞങ്ങൾ ഒരിക്കൽ വാഴ വെക്കാൻ വേണ്ടിയിട്ട് പ്രൊജക്റ്റ് കൊടുത്തു. വാഴ വെച്ചതല്ലാതെ വാഴക്കൊല വെട്ടാൻ അവർക്ക് പറ്റിയില്ല. വാഴക്കൊല വെട്ടി ആനയാണ് മുഴുവൻ നശിപ്പിച്ചു. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ നമ്മളൊരു അത്യാഗ്രഹം എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോഴും അതിനെ ഞങ്ങൾ അങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നുള്ളൂ. അവർക്ക് എന്തെങ്കിലും ഒരു വഴി കാണാൻ വേണ്ടിയിട്ടാണ് കാപ്പി കൃഷി. ആനയുടെ ശല്യം ഉണ്ടാവില്ലെന്ന് അനുഭവമുള്ളവർ പറഞ്ഞതുകൊണ്ട്. അതിനപ്പുറത്ത് നമുക്ക് മുൻകാരിയൊക്കെ ഉണ്ട്, വലിയ തോതിൽ കാപ്പി കൃഷിയൊക്കെ നടക്കുന്നതാണ്. അപ്പോൾ അവിടെയുള്ള കൃഷിക്കാരുമൊക്കെ ആയിട്ട് സംസാരിച്ചപ്പോൾ ആ കാപ്പിയെ ആനയെ അങ്ങനെ കാര്യമായി ഉപദ്രവിക്കാറില്ല എന്ന് പറഞ്ഞതുകൊണ്ട് കാപ്പി കൃഷി എവിടെ തരിശു കിടക്കുന്ന സ്ഥലങ്ങളിൽ, വന്യമൃഗശല്യമുള്ള സ്ഥലങ്ങളിൽ കാപ്പി കൃഷി നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് ആ ഒരു പ്രോജക്റ്റ് വെച്ചത്. പക്ഷെ നമ്മൾ എല്ലാവരെയും അറിയിച്ചിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാ വാർഡുകളിൽ നിന്നും അപേക്ഷ വന്നു. അപേക്ഷയിലെ പ്രധാനപ്പെട്ട ക്രൈറ്റീരിയ തരിശായി കിടക്കുന്ന സ്ഥലം, വന്യമൃഗശല്യം കൊണ്ട് തരിശായി കിടക്കുന്ന സ്ഥലം എന്നാണ് പ്രധാന ക്രൈറ്റീരിയ. അങ്ങനെ വന്നപ്പോൾ 9-ാം വാർഡിൽ 8200 തൈക്ക് അപേക്ഷ 8200 തൈ കൊടുക്കാൻ വേണ്ടി നമ്മൾ തീരുമാനിച്ചു. അപേക്ഷ അതിൽ കൂടുതലുണ്ടെങ്കിലും 8200 തൈ കൊടുക്കാൻ വേണ്ടി നമ്മൾ തീരുമാനിച്ചു. തൊട്ടടുത്ത് കിടക്കുന്ന വാർഡാണ് പ്രസിഡന്റിന്റെ വാർഡ്, 8-ാം വാർഡ്. 8-ാം വാർഡിൽ 100 തൈയാണ് കൊടുക്കുന്നത്. 8-ാം വാർഡിൽ അപേക്ഷ ഇല്ലാഞ്ഞിട്ടില്ല. 8-ാം വാർഡിൽ 100 തൈയാണ് കൊടുക്കുന്നത്. കാരണം 8-ാം വാർഡിൽ വെക്കുന്നത് കാട്ടാന ശല്യം കൊണ്ടുണ്ടായ തരിശൊന്നും അല്ല, കൃഷി ചെയ്യേണ്ടെന്ന് വിചാരിച്ചിട്ടുള്ള തരിശാണ്. 2 അപേക്ഷകർക്ക് കൊടുക്കാൻ തീരുമാനിച്ചു. കൂടുതൽ അപേക്ഷ ഉണ്ടായിരുന്നു, 2 അപേക്ഷകർക്ക് കൊടുക്കാൻ തീരുമാനിച്ചു. ആ 2 അപേക്ഷകരിൽ ഒന്ന് നിങ്ങൾക്കൊക്കെ അറിയണമാണ്, എൻ്റെ സഹോദരനാണ്, ജായസ് കണ്ടത്തിലാണ്. ഞാൻ ജായസിനെ വിളിച്ച് പറഞ്ഞു, ഇങ്ങനെയൊക്കെയാണ് പരിപാടി, നീ അപേക്ഷിച്ചിട്ടുണ്ടല്ലോ, എത്ര തൈ വേണം, നീ എത്രയെങ്കിലും തന്ന്. കോൺഗ്രസിന്റെ സജീവ പ്രവർത്തനമാണ്, എനിക്കെതിരെ മത്സരിച്ച ആളാണ്.
നീ എത്രയെങ്കിലും തന്നോന്ന് പറഞ്ഞു. ഒരു 50 എണ്ണം തരാൻ പോരെന്ന് ചോദിച്ചു. ധാരാളം മതി എന്ന് പറഞ്ഞ് 50 എണ്ണം അവർക്ക് കൊടുത്തു. അങ്ങനെയാണ് ഈ കാപ്പി തേയുടെ വിഭജനം നടന്നിരിക്കുന്നത്. ഞാൻ ജായസന്റെ സഹോദരനായതുകൊണ്ട് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ, വേറെ പ്രത്യേകിച്ച് വേറെ കാര്യം ഉണ്ടായിട്ട് പറഞ്ഞല്ല. പക്ഷെ 3-ാം വാർഡ് മെമ്പർ 100 തയ്യേ കിട്ടിയുള്ളൂ എന്ന് പറഞ്ഞിട്ട് ആക്ഷേപം ഉന്നയിച്ചത് 3-ാം വാർഡ് മെമ്പറാണ്. 3-ാം വാർഡിൽ തരിശ് ഭൂമിയിൽ വെക്കാനല്ല, കവുങ്ങ് നിൽക്കുന്നതിനിടയിലൂടെ കാപ്പി വെക്കാൻ വേണ്ടിയിട്ടാണ് അവർ അപേക്ഷിച്ചത്. നമ്മുടെ ലക്ഷ്യവുമായി ഒരു ബന്ധമുള്ളതല്ല, പക്ഷെ അപേക്ഷിച്ചതാണല്ലോ. ഒരു 100 തൈ അവർക്ക് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു. അവരാണ് പറയുന്നത് എനിക്ക് 100 തയ്യേ കിട്ടിയിട്ടുള്ളൂ, എനിക്ക് 100 തയ്യേ കിട്ടിയിട്ടുള്ളന്നേ. അങ്ങനെ എനിക്ക് കിട്ടി എന്നുള്ള നിലയിലാണ് ഇതിനെ കാണുന്നതെങ്കിൽ അതിനെനിക്ക് പറയാനുള്ള മറുപടി അതാണ്. എനിക്ക് 100 തയ്യേ കിട്ടിയിട്ടുള്ളൂ. 8200 തൈ കൊടുത്തത് 9-ാം വാർഡിലാണ്. നിങ്ങൾക്കറിയാം 11, 12, 13 വാർഡുകളാണ് പിന്നെ കുറെ ഇറങ്ങിപ്പോന്നിട്ടുള്ള സ്ഥലങ്ങൾ. അറിയുന്നവർക്കറിയാം. അജയകുമാറിനെ പക്ഷെ അറിയായിരിക്കില്ല. കോറാളി, അങ്ങനെ ജോയിയുടെ വാർഡ്, സുനിതയുടെ, അങ്ങനെ പറയുകയാണെങ്കിൽ എനിക്ക് കൃത്യമായി പറയാം. ജോയിയുടെ വാർഡ്, സുനിതയുടെ വാർഡ്, പ്രവീണിൻ്റെ വാർഡ്. ആ വാർഡുകളിൽ യഥാക്രമം 4375, 4250, 2125 തോതിൽ തൈ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇവരിത് പറഞ്ഞത് എന്തെങ്കിലും പറയാൻ വേണ്ടി പറഞ്ഞതാണ്. അല്ലാതെ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് എൻ്റെ സഹപ്രവർത്തകരോട് സഹതാപം മാത്രമേ ഉള്ളൂ. അവരാർക്കോ വേണ്ടി അവർ പറഞ്ഞതാണ് ഈ കാര്യങ്ങൾ. അവരുടെ ഒന്നും മനസ്സിൽ ഇങ്ങനെ ഒരു ചിന്ത ഉണ്ടായിട്ട് പറഞ്ഞതല്ല, അറിയാതെ പറയേണ്ടി വന്നതുകൊണ്ട് പറഞ്ഞു പോയതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ കൂട്ടത്തിൽ തന്നെ ഒരു കാര്യം കൂടെ പറയട്ടെ. അവരാറ് പേരിൽ സംസാരിച്ച 4 പേരും പറഞ്ഞ ഒരേ സ്വരത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. ഇത് ഞങ്ങൾ സ്വന്തമായി എടുത്ത തീരുമാനമാണ്. അല്ല, അവർ സ്വന്തമായി എടുത്ത തീരുമാനമല്ല. ഏകദേശം ഒരു 12 മണി സമയം, അന്നത്തെ ദിവസം ഒരു 12 മണി സമയത്ത്, 10 മണിക്കൂടെ തുടങ്ങിയിട്ടുണ്ട്. ഡോക്യുമെന്റേഷൻ പരിപാടി 10 മണിക്ക് തുടങ്ങി. 12 മണി സമയത്ത് ചെറുപുഴയിലെ പ്രമുഖനായ ഒരു കോൺഗ്രസ് നേതാവ് എന്നെ ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞു, മാഷെ നമ്മളത് ഇന്ന് വിട്ടു നിൽക്കാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞു. ഞാൻ അദ്ദേഹത്തോട് വളരെ കാര്യമായി പറഞ്ഞു, നിങ്ങളുടെ മെമ്പർമാർക്ക് കിട്ടുന്നൊരു അവസരമാണ്. അവരെന്തെല്ലാം ചെയ്തു എന്നുള്ളത് പറയാനും ജനങ്ങളെ അറിയിക്കാനും വേണ്ടിയിട്ട് ഞങ്ങളോടൊപ്പം കിട്ടുന്നൊരു അവസരമാണ്. അത് പറയാൻ അവരെ വിട്. നിങ്ങൾ ദയവ് ചെയ്ത് ഇക്കാര്യത്തിൽ ഇങ്ങനെ ഒരു രാഷ്ട്രീയ ഇതൊന്നും കാണരുത്. അപ്പോൾ ഞാൻ പറഞ്ഞു, അദ്ദേഹത്തിന് മനസ്സിലായതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ അങ്ങോട്ട് വരാം, നമുക്ക് സംസാരിക്കാമെന്ന് പറഞ്ഞു. എന്നോട് പറഞ്ഞിട്ടില്ല ഈ മെമ്പർമാരാരും. അവർ നേരെ പോയി പത്രസമ്മേളനം വിളിച്ച് ഞങ്ങളുടെ സ്വന്തം തീരുമാനമാണെന്ന് പറഞ്ഞു. ഈ സ്വന്തം തീരുമാനമാണെന്ന് പറയുമ്പോൾ എനിക്ക് നിങ്ങളുടെ മുന്നിൽ പറയാനുള്ള വേറൊരു കാര്യമുണ്ട്. പഞ്ചായത്തിനൊരു ഗ്രൂപ്പുണ്ട്, പഞ്ചായത്ത് മെമ്പർമാരുടെ ഗ്രൂപ്പാണ്. ആ ഗ്രൂപ്പിൽ ഞാൻ കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ഈ വിവരം അറിയിക്കുന്നത്. നമ്മൾ നേരത്തെ ബോർഡിൽ ചർച്ച ചെയ്യുകയൊക്കെ ചെയ്തുവെങ്കിലും ഡേറ്റ് ഒന്നും തീരുമാനിച്ചില്ല. കഴിഞ്ഞ തിങ്കളാഴ്ച ഞാൻ ആ ഗ്രൂപ്പിൽ ഈ വിവരം അറിയിച്ചു. 2 കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, കുട്ടികളുടെ തിയേറ്ററിനെ കുറിച്ച് പറഞ്ഞു. രണ്ടാമതൊരു കാര്യം എനിക്ക് പറയാനുണ്ട് എന്ന് പറഞ്ഞത് ഡോക്യുമെന്റേഷന് ഒരു ഡേറ്റ് നമ്മളൊരാളെ കണ്ടെത്തിയിട്ടുണ്ട്. അയാൾ വ്യാഴാഴ്ചയാണ് വരാമെന്ന് പറഞ്ഞത്. അപ്പോൾ വ്യാഴാഴ്ച ആയിരിക്കും. അതുകൊണ്ട് സമയം അന്ന് എല്ലാവരും റെഡി ആവണം. അങ്ങനെ പറഞ്ഞത്, എല്ലാവരും റെഡി ആവണം. നമ്മൾ നമ്മുടെ വാർഡുകളിൽ എന്തൊക്കെയാണോ ചെയ്തിട്ടുള്ള കാര്യങ്ങളെല്ലാം പറയണം. അതിനോട്ടൊരു അവസരമാണ്, എല്ലാവരും റെഡി ആവണം എന്ന് പറഞ്ഞു. ഇതിൻ്റെ തലേ ദിവസം, ഈ ഡോക്യുമെന്റേഷൻ നടത്തിയ തീയതിയുടെ തലേ ദിവസം 17-ാം തീയതിയാണ് തീരുമാനം. അന്ന് ഞാൻ പറഞ്ഞു, നിങ്ങളെല്ലാവരും ഈ 10 തൊട്ട് 5 മണി വരെയുള്ള സമയമായത് കാരണം എല്ലാ മെമ്പർമാരും നിങ്ങൾക്ക് സൗകര്യപ്രദമായ സമയം അറിയിച്ചാൽ, അരമണിക്കൂറാണ് ഒരു മെമ്പർക്ക് തരിക. അങ്ങനെ സൗകര്യപ്രദമായ സമയം അറിയിക്കുകയാണെങ്കിൽ സൗകര്യമായിരുന്നു. അല്ല പിന്നെ എല്ലാവരോടും ഒരു സമയത്ത് വന്നാൽ നടത്താൻ വേണ്ടി പറ്റില്ലല്ലോ എന്ന് പറഞ്ഞു. എനിക്ക് മെമ്പർമാർ എൻ്റെ ഫോണിൽ ആ ഗ്രൂപ്പിൽ ഇട്ട് വന്നിരിക്കുന്ന സമയമാണിത്. എല്ലാ മെമ്പർമാരും ഇട്ട് വന്നിട്ടുണ്ട്. ഞാൻ അവരുടെ 6 പേരുടെ സമയം മാത്രം വായിക്കുന്നുള്ളൂ. ഷാൻഡി ജോർജ് മെമ്പർ സമയം 12 മണി, ജോയ്സി വാർഡ് 3 സമയം 1 മണി, മിനി മാത്യു വാർഡ് 17 4:30, ലൈസമ്മ തോമസ് വാർഡ് 18 2:30. ഇതിൽ ആര് സമയമിട്ടിരുന്നില്ല? പ്രവീൺ സമയമിട്ടിരുന്നില്ല. പ്രവീണിനോട് ഞാൻ ചോദിച്ചപ്പോൾ എനിക്ക് എപ്പോഴായാലും മതി, ഞാൻ രാവിലെ മുതൽ ഉണ്ടാവും. ബാക്കിയുള്ളവരൊക്കെ സമയമിട്ടവരാണ്. ഇവിടുത്തെ ഈ എന്താ പറയുന്നത്, സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗങ്ങൾ അടക്കം എല്ലാവരും ഓരോ സമയം നിന്നവരാണ്. ബാലറ്റിൻ്റെ സമയം 9:30 ആയിരുന്നു, ജോയിയുടെ സമയം 10 ആയിരുന്നു, ഷാജി സ്റ്റിയറിംഗ് കമ്മിറ്റിയിലുള്ളതല്ല, ഷാജിയുടെ സമയം 10:30 ആയിരുന്നു. അവർ ആ സമയത്തൊക്കെ 10:30 ആയപ്പോൾ ഷാജിയുടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ മെമ്പർമാരെല്ലാവരും 2-3 പേര് ഒരുമിച്ച് അവരിതിൽ പങ്കെടുക്കാൻ വേണ്ടി വന്നവരാണ്. നിങ്ങളുടെ അറിവിലേക്ക് പറയുന്നതാണ്. ഒളിച്ചു വെക്കാൻ വേണ്ടിയിട്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് വരുന്നതാണ്. അവരിതിൽ പങ്കെടുക്കാൻ വേണ്ടി വന്നതാണ്. പഞ്ചായത്തിൽ എത്തുന്ന സമയത്താണ് അവർക്ക് എവിടെ നിന്നെങ്കിലും നിർദ്ദേശം കിട്ടിയത്. വേണ്ടാന്ന് അതാണ് ഞാൻ പറഞ്ഞത്. അവരവരുടെ നേതൃത്വത്തിൻ്റെ നിർദ്ദേശം അംഗീകരിച്ചതിലൊന്നും എനിക്കൊന്നും അതിനെക്കുറിച്ച് അഭിപ്രായം പറയാനൊന്നുമില്ല. പക്ഷെ അത് കഴിഞ്ഞിട്ട് അവർ നടത്തി പത്രസമ്മേളനത്തിൽ നടത്തിയ
അനാവശ്യമായ ചില എന്തെങ്കിലും പറയണ്ടേ എന്ന് വിചാരിച്ചിട്ട് നടത്തിയ ചില ആരോപണങ്ങൾ മാത്രമാണ് പ്രശ്നമുണ്ടായത്. പിന്നെ ഒരു മെമ്പർ പറഞ്ഞൊരു പ്രധാനപ്പെട്ട ആരോപണം, എൻ്റെ വാർഡിലൊരു റോഡ്, ആ റോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കോൺട്രാക്ടറെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ നാട്ടുകാരെ കൂട്ടി പോകേണ്ടി വന്നു. അത് പ്രസിഡന്റ് ചെയ്തു തന്നില്ല, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ചെയ്തു തന്നില്ല. ഒറ്റൊരു കാര്യം മാത്രമേ ഞാൻ അതിന് മറുപടി പറയുള്ളൂ. മറുപടി ഒന്നും അധികം പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ടാണ് ആ വാർഡിൽ 13 റോഡുകൾ ഈ കഴിഞ്ഞ 4 കൊല്ലം കൊണ്ട് ചെയ്തിട്ടുണ്ട്. അതിൽ ഈ ഒരൊറ്റ റോഡിനാണ് ഈ മെമ്പർക്ക് കോൺട്രാക്ടർ ഏതാണെന്ന് പോലും അന്വേഷിക്കേണ്ട ഗതികേട് വന്നിട്ടുണ്ട്. വേറെ റോഡുകളൊന്നും ചെയ്തപ്പോൾ ഈ മെമ്പർക്ക് എവിടെയും പോകേണ്ടി വന്നില്ല. മെമ്പർ പറഞ്ഞിട്ടുമില്ല ഒരെണ്ണത്തിന് പോകേണ്ടി വന്നേ. ഞാൻ പോയിട്ടുണ്ട്, ജോയി പോയിട്ടുണ്ട്, മാത്യു സാർ പോയിട്ടുണ്ട്, സിബി പോയിട്ടുണ്ട്, ബാലേട്ടൻ പോയിട്ടുണ്ട്, വൈസ് പ്രസിഡന്റ് പോയിട്ടില്ലേ, ഇവരുടെ കൂടെയാണെങ്കിലും പോയില്ലേ കോൺട്രാക്ടറെ കാണാൻ. ഷാൻഡി പോയിട്ട് ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നവരൊക്കെ പോയിട്ടുള്ളവരാ. ബാക്കി മെമ്പർമാരും പോയിട്ടുണ്ട് കോൺട്രാക്ടർമാരെ കാണാൻ വേണ്ടിയിട്ട്. എന്താണ് അവർ പറഞ്ഞ സമയത്ത് ചെയ്യുന്നില്ലെങ്കിൽ എങ്ങനെയെങ്കിലും ചെയ്യിക്കുക എന്നുള്ളത് ഒരു മെമ്പറുടെ ഉത്തരവാദിത്തമാണ്. അത് ചെയ്യുന്നത് ഏതാണ്ട് പിന്നെ അവർ ചെയ്തില്ല എന്നുള്ള നിലയിൽ പറയുന്നത് സത്യം പറഞ്ഞാൽ അതൊരു കുറച്ച് കടന്ന വർത്താനായിട്ട് അവർക്ക് അവരുടെ ജോലി എന്താണെന്ന് അറിയത്തില്ലാത്തതുകൊണ്ട് പറഞ്ഞതാണെന്ന് മാത്രമേ എനിക്ക് അതിനെക്കുറിച്ച് പറയാൻ പറ്റുള്ളൂ. നമ്മളെല്ലാവരും ഒരുമിച്ച് ഇത് ചെയ്യുന്നത്, അല്ലാതെ ഇതെല്ലാം എന്താ പിന്നെ മെമ്പറിൻ്റെ ഒരു ഉത്തരവാദിത്വം? എല്ലാ കാര്യങ്ങളും പ്രസിഡന്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ചെയ്യിക്കുക, റോഡ് ടാർ ചെയ്ത് കഴിയുമ്പോൾ ഉദ്ഘാടനത്തിന് മാത്രം വരിക എന്നുള്ളതാണ് മെമ്പർ ഉത്തരവാദിത്വം. അല്ല, അങ്ങനെയല്ല ഇവിടുത്തെ മെമ്പർമാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്ക് അങ്ങനത്തെ ഒരു ഇതില്ല. അങ്ങനെ അവർ ചെയ്യുന്നില്ല എന്ന് ഞാൻ പറഞ്ഞില്ല. ഞങ്ങൾ ചെയ്തൊരു വിവേചനം കൊണ്ടാണ് എന്ന് പറയുന്നതിൽ മാത്രമേ എനിക്കതിൽ ബുദ്ധിമുട്ടുള്ളൂ. മറ്റേ മെമ്പർ പറഞ്ഞത് എന്താ? മറ്റേ മെമ്പർ പറഞ്ഞപ്പോൾ ഒരു സത്യം മെമ്പർ അറിയാതെ അങ്ങ് വായിന്ന് പോയി. ലൈറ്റ് സ്ഥാപിച്ചു, മെയിൻ റോഡുകളിലുള്ള എല്ലാ ലൈറ്റുകളും തെളിയുന്നുണ്ട്. പിന്നെ എനിക്ക് കിട്ടിയ 500 മീറ്റർ, അതിലാണ് ഞാൻ പറഞ്ഞത്, എനിക്ക് കിട്ടിയ 500 മീറ്റർ. ഇവിടെ 19 വാർഡ് മെമ്പർമാർക്കും കിട്ടിയത് 500 മീറ്ററാണ്. മെയിൻ റോഡ് വിട്ടാൽ PWD റോഡ് ഫുള്ളായി നമ്മൾ സ്ട്രീറ്റ് മെയിൻ വലിച്ച് ലൈറ്റ് ഇട്ടിട്ടുണ്ട്. പിന്നെ എല്ലാ വാർഡുകളിലേക്കും എല്ലാ വാർഡ് മെമ്പർമാർക്കും കിട്ടിയത് 500 മീറ്ററാണ്. അതിലൊരു വ്യത്യാസവും ഇല്ല. ഷാൻഡിയുടെ വാർഡിൽ കുറച്ച് കൂടുതൽ വന്നിട്ടുണ്ട്. ഷാൻഡിയുടെ വാർഡിൽ കൂടുതൽ വന്നിരിക്കുന്നത് കടുത്ത കാട്ടാന ശല്യമുള്ള പ്രദേശങ്ങളിൽ ലൈറ്റ് ഇടാൻ പറ്റും. അത് പൂർണ്ണമായിട്ടില്ല. ഇനിയും ഒരു 10 ലൈറ്റ് കൂടി ഇട്ടാൽ കാട്ടാന ഇറങ്ങുന്ന സ്ഥലത്ത് മുഴുവനുള്ള ഇലക്ട്രിക് പോസ്റ്റൽ ലൈറ്റ് ആവുള്ളൂ. പിന്നെ ഇടാൻ ഒരുപാട് സ്ഥലമുണ്ട്, അത് പോസ്റ്റ് തന്നെ ഇട്ടിട്ടുണ്ട്. ബാക്കി എല്ലാ വാർഡുകളിലും കൊടുത്തത് ഈ 500 മീറ്ററാണ്. അതവർ സമ്മതിച്ചിട്ടുണ്ട്. പിന്നെ അവിടെ തെളിയുന്നില്ല ഇല്ലാന്ന്, അത് ആ വാർഡിൽ മാത്രമുള്ള പ്രശ്നമല്ല. ഇവരിങ്ങനെ കിണറ്റിൽ കിടക്കുന്ന തവളയെ പോലെ ആവരുത്. ചെറുപുഴ പഞ്ചായത്തിൽ മൊത്തം നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് അവരറിയണം. അതിൽ ഞങ്ങൾ പറഞ്ഞു എന്നുള്ളത് സത്യമാണ്. കെൽട്രോണാണ് അത് ചെയ്തത്, കെൽട്രോണാണ് അത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞത് സത്യമാണ്. അതിനൊരു മെമ്പറെ ഏൽപ്പിച്ചു. അതൊക്കെ കടന്ന വർത്താനാണ്. ആരെങ്കിലും ഒരാൾ, വേറെ ആരെയല്ല പറഞ്ഞു, ഞങ്ങളുടെ ബോർഡിൽ ഏറ്റവും പ്രായമുള്ള ആൾ ബാലേട്ടനാണ്. ഇവിടെ ഈ പ്രദേശത്ത് ഇവർ വരുമ്പോൾ അവരെ കൂട്ടിക്കൊണ്ട് നടക്കുകയും ചെയ്യുകയും ഏതെങ്കിലും കുഴപ്പമുണ്ട് എന്നോട് പറഞ്ഞാൽ ഞാൻ ചെയ്യിക്കാമെന്ന് പറയുകയും ചെയ്യുന്നുള്ളതല്ല. അത് അദ്ദേഹത്തിൻ്റെ മഹാമനസ്കത കൊണ്ട് മറ്റു മെമ്പർമാരെ സഹായിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അതുവരെ കുറ്റമായി എന്നുള്ള നിലയിലാണ് ഇപ്പോൾ പറഞ്ഞത്. ഇനി അതുമായി ബന്ധപ്പെട്ടൊരു കാര്യം ഇവിടെ പറയാണ്. കഴിഞ്ഞ മഴക്കാലത്ത് ഇടയ്ക്ക് ഒരു 4-5 ദിവസം നല്ല വെയിൽ വന്നു. അപ്പം കെൽട്രോൺകാർ ഇവിടെ വന്നു. അവർ 3 പേര് ഇവിടെ ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് അന്വേഷിക്കാം. ആരാധന ടൂറിസ്റ്റ് ഹോമിൽ റൂം എടുത്തിട്ട് അവരവിടെ നിൽക്കുകയായിരുന്നു. ഇവർ വന്ന അന്ന് വൈകുന്നേരം ഒരു മഴയങ്ങ് തുടങ്ങി. 4 ദിവസം ഭയങ്കര മഴ. അവർക്ക് ഇവിടെ നിന്നിട്ട് ശരിയാവാത്തതുകൊണ്ട് അവർ തിരിച്ചു പോയി. പിന്നെ മഴ കഴിയുമ്പോൾ വരാമെന്ന് പറഞ്ഞു. ഇന്ന് വന്നിട്ടുണ്ട് കേട്ടോ. ഇന്ന് അവർ പണി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിലുള്ളൊരു പ്രശ്നം, അത് പലർക്കും അത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ മഴയാണെങ്കിലും നമ്മുടെ ലൈൻമാൻമാർ പോസ്റ്റേ കയറുന്നുണ്ടല്ലോ. പിന്നെ ഇവർക്ക് എന്താ കയറാൻ പറ്റാത്തത്? ഒരു ചെറിയ വ്യത്യാസമുണ്ട്. നമ്മുടെ വീട്ടിൽ ഒരു ബൾബ് ഫ്യൂസ് ആയിപ്പോയിട്ടുണ്ടെങ്കിൽ അത് മാറിയിടുന്നത് സ്വിച്ച് ഓഫ് ആക്കിയിട്ടിട്ട് ലൈറ്റ് ഇട്ടിട്ട് ബൾബ് ഇട്ടിട്ട് പിന്നെ സ്വിച്ച് ഓൺ ചെയ്തിട്ട് തെളിയുമോ നോക്കുക നമ്മൾ ചെയ്യുക സാധാരണ രീതിയിൽ. അല്ലാതെ ചെയ്യുന്നവരുണ്ടാവും കേട്ടോ, ഇല്ലെന്നൊന്നും ഞാൻ പറഞ്ഞില്ല. സ്വിച്ച് ഇട്ടിട്ട് തന്നെ ലൈറ്റ് ഇട്ട് നോക്കുന്നവരും ഉണ്ടാവും. പക്ഷെ സാധാരണ ഗതിയിൽ ഒരു സുരക്ഷിതമായ രീതി എന്നുള്ള രീതിയിൽ സ്വിച്ച് ഓഫ് ചെയ്യുക, ബൾബ് മാറുക എന്നാണ് ചെയ്യുന്നത്. ഈ സ്ട്രീറ്റ് മെയിനിലെ ലൈറ്റ് മാറ്റുമ്പോൾ, ലൈറ്റ് ഇടുമ്പോൾ ലൈറ്റ് തെളിയുന്നുണ്ടോ എന്നറിയണമെങ്കിൽ കറണ്ട് ഉണ്ടാവണം ലൈനിൽ. ലൈൻ ഓഫ് ചെയ്തിട്ട് ബൾബ് മാറ്റാൻ പറ്റില്ല. ബൾബ് മാറ്റി കഴിഞ്ഞിട്ട് പിന്നെ ലൈറ്റ് ഇട്ട് കഴിയുമ്പം തെളിയുന്നില്ലെങ്കിൽ പിന്നെയും പോയി കയറണ്ടേ. അപ്പം ലൈനിൽ കറണ്ടുള്ള അവസരത്തിലാണ് ബൾബ് മാറ്റുന്നത്. ലൈനിൽ കറണ്ടുള്ള അവസരത്തിൽ ബൾബ് മാറ്റുന്നത് മഴയുള്ള സമയത്ത് ചെയ്യുന്നത് സുരക്ഷിതമല്ല. അതുകൊണ്ട് തന്നെ മഴയില്ലാത്ത ദിവസങ്ങളിൽ ആ പണി ചെയ്യാൻ വേണ്ടി പറ്റൂ. അതുകൊണ്ടാണ് അത് താമസിച്ചത്. ഇന്ന് തുടങ്ങിയിട്ടുണ്ട്. മഴയുടെ ശല്യം കാര്യമായി രാത്രിയിൽ ഉണ്ടാകുന്നതുകൊണ്ട് കുഴപ്പമില്ല. പകൽ മഴയുടെ ശല്യം കാര്യമായിട്ടില്ലെങ്കിൽ ഒരാഴ്ച കൊണ്ട് ചെറുപുഴ പഞ്ചായത്തിൽ കേടായ മുഴുവൻ ലൈറ്റുകളും മാറ്റിയിടും. അത് അവരുമായിട്ടുള്ള കരാറാണ്.
അവരുമായുള്ള കരാറാണ്. അവർ കരാർ ലംഘനം നടത്തിയെന്ന് പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നുമില്ല. കാരണം കാലാവസ്ഥ പ്രതികൂലമായി കഴിഞ്ഞാൽ അവർക്കൊന്നും ചെയ്യാൻ വേണ്ടി കഴിയില്ല. അതാണ് ആ ലൈറ്റുമായി ബന്ധപ്പെട്ട് പറയാനുള്ള കാര്യം. ഇനി മറ്റു ചില കാര്യങ്ങളൂടെ പറയാം. തൊഴിലുറപ്പിലാണ് ഇവിടെ നമ്മൾ ഏറ്റവും കൂടുതൽ റോഡുകൾ ചെയ്ത ഒരു പ്രവൃത്തി ചെയ്തിട്ടുണ്ട്. തൊഴിലുറപ്പിൽ പ്രവൃത്തി ചെയ്ത് ആകെ നമ്മൾ ഏകദേശം 40 കിലോമീറ്ററോളം റോഡ് നമ്മൾ ചെയ്തിട്ടുണ്ട്. തൊഴിലുറപ്പിൽ 40 കിലോമീറ്ററാണ് റോഡ് ചെയ്തത്. ₹12 കോടി റോഡ് പണിയെടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ കീഴിലെ കാര്യമാണ് പറയുന്നത്. അതിൽ എല്ലാ മെമ്പർമാരുടെയും വാർഡിൽ എത്ര രൂപയുടെ തൊഴിലുറപ്പ് കൂടി എടുത്തിട്ടുണ്ടെന്നുള്ളതിൻ്റെ കണക്കായി പറയുന്നത് വളരെ ആധികാരികമായി പറയണം നിർബന്ധമുള്ളത് കൊണ്ടാണ് ഇത്രയും ഹോംവർക്ക് ചെയ്തിട്ട് വന്നത്. ഒന്ന് പറയാം. 1-ാം വാർഡിൽ 36,48,213 രൂപയുടെ പണിയെടുത്തിട്ടുണ്ട്. വ്യത്യാസം കാണിച്ചിരിക്കുന്നൊരു വാർഡ് എന്ന് പറയുന്നത് കോൺഗ്രസ്സുകാരുടെ വാർഡാണല്ലോ. 3-ാം വാർഡിൽ പറയാം. 3-ാം വാർഡിൽ 42,29,219 രൂപയുടെ പണിയെടുത്തിട്ടുണ്ട്. നിങ്ങൾ പറഞ്ഞാൽ മതി. എൻ്റെ വൈസ് പ്രസിഡന്റാണ്. വൈസ് പ്രസിഡന്റിന്റെ വാർഡിൽ ചെയ്തിരിക്കുന്നതിനേക്കാൾ കൂടുതൽ കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടി ലീഡറുടെ വാർഡിൽ ചെയ്തിട്ടുണ്ട്. പിന്നെന്താ അവൾ വ്യത്യാസം കാണിച്ചെന്ന് പറയുന്നത്? പിന്നെ എങ്ങനെയാ? പിന്നെ 10 കോടിയുടെയൊക്കെ പണിയെടുത്ത വാർഡുകൾ ഉണ്ടില്ലെന്നൊന്നും പറയുന്നില്ല. ജോയിയുടെ വാർഡിൽ 12-ാം വാർഡ് 10 കോടി 10,03,675 രൂപയുടെ പണിയെടുത്തിട്ടുണ്ട്. ആ വാർഡ് പോലെ അല്ല 3-ാം വാർഡ്. ആ വാർഡ് പോലെ അല്ല 19-ാം വാർഡ്. ആ വാർഡ് പോലെ അല്ല 9-ാം വാർഡ്. 9-ാം വാർഡ് അതുപോലൊരു വാർഡാണ്. 9-ാം വാർഡ് അതിൽ കൂടുതൽ എടുത്തിട്ടുണ്ട്. 1,45,00,000 പണിയെടുത്തിട്ടുണ്ട് 9-ാം വാർഡിൽ. അവിടേക്ക് ഇപ്പോഴല്ലേ റോഡ് ഉണ്ടായത്? അതുകൂടെ നിങ്ങളൊന്ന് ദയവ് ചെയ്ത് നിങ്ങൾ അതുകൂടെ ഒന്ന് ആലോചിക്കണം. എപ്പോഴാണ് ഇവിടെ ഈ റോഡൊക്കെ ഉണ്ടായത്? ഈ വാർഡുകളിലൊക്കെ റോഡ് ഉണ്ടായത് ഇപ്പോഴാണ്. ഈ കഴിഞ്ഞ 4.5 കൊല്ലം കൊണ്ടാണ് ഈ വാർഡുകളിലൊക്കെ റോഡ് ഉണ്ടായത്. അപ്പോൾ അതിനനുസരിച്ച് 18-ാം വാർഡിൽ 74,84,84,062 രൂപയുടെ പണിയെടുത്തിട്ടുണ്ട്. വൈസ് പ്രസിഡന്റിന്റെ വാർഡിലെടുത്തതിൻ്റെ ഇരട്ടി പണിയെടുത്തിട്ടുണ്ട്. റോഡ് വേണ്ടിടത്താണ് റോഡ് കൊടുക്കുന്നത്, വീട് വേണ്ടിടത്താണ് വീട് കൊടുക്കുന്നത്. അല്ലാതെ നമ്മൾ ഈ ഭരണസമിതിയുടെ ഒരു തീരുമാനം അല്ലെങ്കിൽ അവരടക്കം എടുത്ത തീരുമാനമാണ് കേട്ടോ. അവരടക്കം എടുത്ത തീരുമാനമാണ്. ഇപ്പോൾ അവർ തള്ളി പറയുന്നുണ്ടെങ്കിൽ അടക്കം എടുത്ത തീരുമാനം പ്രസിഡന്റ് എന്നുള്ളതിൽ വ്യക്തിപരമായി എൻ്റെ ഒരു അഭിപ്രായവും തീരുമാനവും ആരാ വാർഡിനെ പ്രതിനിധാനം ചെയ്യുന്നു എന്ന് നോക്കിയിട്ടല്ല വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നത്. അവിടുത്തെ ജനങ്ങളെ നോക്കിയിട്ടാണ് വികസന പ്രവർത്തനം നടത്തുന്നത്. ആരാണോ കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സ്ഥലങ്ങളിൽ അവിടെ നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ചെയ്യുക. നമ്മൾ മഴവെള്ള സംഭരണി കൊടുത്തു. ഈ ഒരൊറ്റ മെമ്പർമാർ ഒരു എതിരും പറഞ്ഞിട്ടില്ല. എൻ്റെ വാർഡിൽ കുറഞ്ഞു പോയി അല്ലെങ്കിൽ എൻ്റെ വാർഡിൽ കുറച്ചുകൂടെ തരണമായിരുന്നു എന്ന് ഒരാളും പറഞ്ഞിട്ടില്ല. പ്രസിഡന്റിൻ്റെ വാർഡിൽ ഒരു മഴവെള്ള സംഭരണിയാണ് ഉണ്ടാക്കിയത്. വേണമെങ്കിൽ എനിക്ക് 2-3 ഉണ്ടാക്കുന്നതിന് കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഒറ്റ ഒരെണ്ണം ഉണ്ടാക്കിയത്. അതിലൊക്കെ എൻ്റെ വാർഡ് 8-ാം വാർഡ് ഈ പഞ്ചായത്തിലെ ഏറ്റവും സൗകര്യപ്രദമായ വാർഡിലായിട്ട് ഇവിടെ കണക്കാക്കാം. ഗതാഗത സൗകര്യമുണ്ട്, വെള്ള സൗകര്യമൊക്കെ ഉണ്ട്. ഏറ്റവും കൂടുതലുള്ളൊരു സ്ഥലമാണ്. അവിടെ വേണമെങ്കിൽ കുറച്ച് കൂടുതൽ അവിടെ ചെയ്യാമായിരുന്നു. അങ്ങനെ വിചാരിച്ചിട്ടില്ല. അതിനേക്കാൾ കൂടുതൽ നമ്മൾ കാണേണ്ടത് താബോറിലും തോറാളിയിലും ജോസ്ഗിരിയിലും ഒക്കെയുള്ള പാവം പിടിച്ച ആളുകൾ എങ്ങനെയാണ് നടന്ന് ഒരു വണ്ടി കിട്ടുന്നിടത്ത് വരുന്നതെന്നുള്ളതിനെ കുറിച്ചാണ്. അപ്പോൾ അവിടെ നമ്മൾ കൂടുതൽ റോഡ് കൊടുത്തിട്ടുണ്ടെന്ന്. അങ്ങനെ കൊടുക്കുമ്പോഴും നമ്മൾ ആ ഒരു വ്യത്യാസം കാണിച്ചിട്ടില്ല എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കണക്ക് നിങ്ങളുടെ മുന്നിൽ വെച്ചത്. ഇനി ഞങ്ങളുടെ റോഡുകളുടെ കാര്യത്തിൽ പരിഗണനയില്ല, ഓൺ ഫണ്ട് വിതരണം ചെയ്തതിൽ അതാണ് വേറൊരു പ്രധാനപ്പെട്ട ആരോപണം ഉണ്ടായത്. ഓൺ ഫണ്ട് വിതരണം ചെയ്യുന്നത് എല്ലാം LDF വാർഡുകളിലാണ്. ഓൺ ഫണ്ട് എന്തിനൊക്കെയാണ് കൊടുത്തതെന്നാണ് നിങ്ങൾ പ്രധാനമായിട്ടും വലിയ സംഖ്യ കൊടുത്തൊക്കെ പറയുന്നത് കേട്ടോ. 7,075,000, 50,000, 25,000 കൊടുക്കണം ഒന്നും ഞാൻ പറഞ്ഞില്ല. ലൈഫ് ഭൂരഹിത ഭവനരഹിതർക്ക് ഭൂമി വാങ്ങാൻ പട്ടികവർഗം 11 ലക്ഷം രൂപ ലൈഫ് ഭവന പദ്ധതിയിൽ. അത് പട്ടികവർഗ വിഭാഗത്തിനുള്ളതാണ്. പിന്നെ അതേപോലെ തന്നെ വേറെയുണ്ട് ലൈഫ് ഭവന പദ്ധതിയിൽ ജനറൽ വിഭാഗത്തിന് 10 ലക്ഷം രൂപ. ഇതൊന്നും ഒരു വാർഡിലേക്ക് പോകുന്നതല്ല. പിന്നെ വൃക്ക രോഗികൾക്ക് മരുന്നും കിറ്റും വാങ്ങി നൽകാൻ 5 ലക്ഷം രൂപ. ക്യാൻസർ, അവയവം മാറ്റിവെക്കൽ തുടങ്ങിയ ഗുരുതര രോഗം ബാധിച്ചവർക്ക് മരുന്ന് വാങ്ങി നൽകാൻ 5 ലക്ഷം രൂപ. ആരോഗ്യഗ്രാമം വീട്ടമ്മമാർക്ക്, അത് ചെറിയ പൈസയുള്ളൂ പറയണ്ടായിരുന്നില്ല,
മച്ചിയിൽ സ്മാർട്ട് അംഗൻവാടി നിർമ്മാണം 10 ലക്ഷം രൂപ. ഈ മച്ചിയിൽ എന്ന് പറയുന്നത് 19-ാം വാർഡിൽ രേഷ്മ വി രാജുവിന്റെ വാർഡിലുള്ള അംഗൻവാടിയാണ് അല്ലേ. ആ വാർഡിലുള്ള അംഗൻവാടിക്കാണ് 10 ലക്ഷം രൂപ വെച്ചിരിക്കുന്നത്. വേറൊന്ന് കേട്ടു, ചെറുപുഴ മേലെ ബസാറിൽ ശൗചാലയ നിർമ്മാണത്തിന് സ്ഥലം വാങ്ങാൻ 20 ലക്ഷം രൂപ. ശ്രമം മാത്രമാണ്. അതിപ്പോൾ നിങ്ങൾ അത് കൂട്ടത്തിൽ പറഞ്ഞില്ലെങ്കിൽ വേറെ തരത്തിലാവാൻ പാടില്ല എന്നുള്ളവരാണ്. 20 ലക്ഷം രൂപ വെച്ചിട്ട് നമ്മൾ താല്പര്യപത്രം ക്ഷണിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ആരെങ്കിലും സ്ഥലം തന്നെങ്കിൽ മാത്രമേ ഉള്ളൂ. പിന്നൊന്ന് പറയാം, ഹോമിയോ ആശുപത്രി, കോലുവള്ളിയിലെ ഹോമിയോ ആശുപത്രി സംഖ്യ എന്ന് പറഞ്ഞത് ഹോമിയോ ആശുപത്രി കെട്ടിട നിർമ്മാണം 10 ലക്ഷം രൂപ. നടക്കുമോന്ന് അറിയത്തില്ല. നടക്കുകയാണെങ്കിൽ നടക്കണം എന്നുള്ളത് കൊണ്ടാണ് അത് വെച്ചത്. പിന്നെ നമ്മുടെ സ്റ്റേഡിയം നവീകരണത്തിന് 15 ലക്ഷം രൂപ വെച്ചിട്ടുണ്ട്. അപ്പൊ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെയാണ് ഈ പൈസ വെച്ചിരിക്കുന്നത്. പിന്നെ അപൂർവം ചിലപ്പോൾ ഒരു റോഡിനോ ഒക്കെ ഏതെങ്കിലുമൊക്കെ പൈസ വെച്ചിട്ടുണ്ടാവും എന്നല്ലാതെ ഓൺ ഫണ്ട് പ്രധാനമായും വെച്ചിരിക്കുന്നത് മുഴുവൻ ഇങ്ങനത്തെ. ഇനി ഓൺ ഫണ്ട് വെച്ചിരിക്കുന്ന അവരുടെ വാർഡിൽ വെച്ചിരിക്കുന്നത് ഞാൻ വായിച്ചു കേൾപ്പിക്കാം. ആനക്കല്ല് വളപ്പുകണ്ടം കുടിവെള്ള പദ്ധതി നവീകരണം ഏത് വാർഡിലാണ് ചോദി? 13-ാം വാർഡിലാണ്. 2 ലക്ഷം രൂപ. 2 ലക്ഷം നവീകരണത്തിന് വേണ്ടി വെച്ചിരിക്കുന്നത്. പിന്നെ അവരുടെ വാർഡിലുള്ളതും വേറെയും കാണും. ഇങ്ങനെ നോക്കിയാൽ ഞാനങ്ങനെ 2 ലക്ഷം 3 ലക്ഷം ഒക്കെ അവിടെ ഇവിടെയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ കാര്യത്തിലൊന്നും നമ്മൾ ഒരു തരത്തിലുള്ള എന്താ പറയുക, തിരിച്ചു വ്യത്യാസം എന്നുള്ളൊരു വാക്കാണ് വിവേചനവും കാണിക്കാൻ വേണ്ടിയിട്ട് ഈ ഭരണസമിതി ആരും അതിന് വേണ്ടിയിട്ട് എൻ്റെ അടുത്ത് ഒരാൾ പോലും എൻ്റെ അടുത്ത് അങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ല. ഞങ്ങളത് ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിച്ചിട്ടില്ല. ഇനിയിപ്പോൾ പുതിയതായിട്ട് വരുന്ന പ്രവൃത്തികളൊന്നും ഞങ്ങളുടെ പ്രവൃത്തികളൊന്നും ഏറ്റെടുക്കുന്നില്ല എന്നുള്ളൊരു ആരോപണം ഉണ്ടായിരുന്നു. അപ്പോൾ 23 വർക്കുകളാണ് ഇന്നലെ 3 മണി വരെ ടെൻഡറിന് പോയത്. ആ 23 വർക്കുകളിൽ കുറച്ചേറെ വർക്കുകൾ 24-25 സ്പിൽ ഓവർ വർക്കുകളാണ്. ആ സ്പിൽ ഓവർ വർക്കുകളുടെ കാര്യം അത് ചെയ്തേ പറ്റുള്ളൂ. ഏത് വാർഡിലേതാണെങ്കിലും ആ വാർഡൊന്നും നോക്കേണ്ട കാര്യമില്ല. പിന്നെ അതിനുശേഷം കുറച്ച് വർക്കുകൾ മാത്രമാണ്, ഏകദേശം 13 വർക്കാണ് ആകെ പുതിയ വർക്ക് ഇപ്പോൾ ടെൻഡറിന് ആദ്യ റൗണ്ടിൽ ടെൻഡറിന് പോയത്. അതിനകത്ത് ഞങ്ങളുടെ ആരുടെയും വാർഡിൽ ഇതുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ലെങ്കിൽ എൻ്റെ വാർഡിൽ ഇതില്ല. ഫസ്റ്റ് റൗണ്ട് ടെൻഡറിന് പോയിട്ടില്ല. ഒന്ന് വായിച്ച് കേൾപ്പിക്കാം. കോലുവള്ളി മേലുത്താമി റോഡ് മെയിൻ്റനൻസ്, അത് ഏത് വാർഡിലാണ്? 3-ാം വാർഡ്. പാക്കഞ്ഞിക്കാട് മഞ്ഞക്കാട് ബൈപ്പാസ് റോഡ് മെയിൻ്റനൻസ് ഏത് വാർഡിലെ പാലട്ടാ? 17 നിങ്ങളുടെ വാർഡല്ല. വാണിയംകുന്ന് പടത്തണം തട്ടുമ്മൽ റോഡ് മെയിൻ്റനൻസ് ആരുടെ വാർഡാ? 18. പാമ്പങ്കൽ ഹിൽ ടോപ്പ് റോഡ് മെയിൻ്റനൻസ് ആരുടെ വാർഡാ? ഇത് വേണമെങ്കിൽ എനിക്ക് ഇതൊക്കെ അവസാനം വെച്ചാൽ മതി എന്ന് പറയാമായിരുന്നു. പറഞ്ഞാൽ നടത്തിക്കുകയും ചെയ്യാം. അതൊന്നും ഇല്ലാന്നൊന്നും ഞാൻ പറഞ്ഞില്ല. നടത്തിക്കാൻ അറിയുകയും ചെയ്യാം. പക്ഷെ ഒരിക്കലും അങ്ങനെ ഒരു സമീപനം സ്വീകരിച്ചിട്ടില്ല. ആ ഒപ്പം വന്നിരിക്കുന്ന മറ്റു റോഡുകൾ പറഞ്ഞാൽ അത് പറയും ഇത് മാത്രമേ വന്നുള്ളൂ എന്ന് വിചാരിക്കണ്ട. ഷാജിയുടെ വാർഡിൽ വന്നിട്ടുണ്ട്. രാജഗിരി കല്ലടച്ചാൽ അൽഫോൻസ റോഡ് മെയിൻ്റനൻസ് വന്നിട്ടുണ്ട്. രാജഗിരി കാനമ്പയൽ കോളനി റോഡ് മെയിൻ്റനൻസ് വന്നിട്ടുണ്ട്. അത് എൻ്റെ വാർഡാണ്. എൻ്റെ വാർഡ് വന്നില്ല എന്നൊരു തെറ്റാ, എൻ്റെ വാർഡാണ്. പിന്നെ കാക്കേഞ്ചാൽ കൊല്ലാറ റോഡ് മെയിൻ്റനൻസ് വന്നിട്ടുണ്ട്. പാറോത്തുനീർ ഭൂതാനം റോഡ് മെയിൻ്റനൻസ് വന്നിട്ടുണ്ട്. ഉമയഞ്ചാൽ വാഴക്കുണ്ടം ഉമയഞ്ചാൽ റോഡ് മെയിൻ്റനൻസ് സിബിയുടെ വാർഡിൽ വന്നിട്ടുണ്ട്. അങ്ങനെ എല്ലാവരുടെയും വാർഡുകളിൽ വന്നിട്ടുണ്ട്. അതിൽ ആരുടെയും കുറവൊന്നും വന്നിട്ടില്ല. പിന്നെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവരിങ്ങനെ ഞങ്ങൾ വിവേചനം കാണിക്കുന്നതെന്ന് പറയുന്നതെന്നുള്ളത് ദയവ് ചെയ്തൊന്ന് അന്വേഷിച്ചാൽ വേണ്ടിയിരിക്കും. പിന്നെ ചെലവാക്കിയ ഒരു കണക്ക് പറയാം. മെയിൻ്റനൻസ് ഗ്രാൻഡ്, തനത് ഗ്രാൻഡ് ഫണ്ട്, ധനകാര്യ കമ്മീഷൻ ഗ്രാൻഡ് അടക്കം നമ്മളുടെ പീരീഡിൽ ചെലവഴിച്ച സംഖ്യ 23 കോടി രൂപയുണ്ട്. ഈ 23 കോടി രൂപ ചെലവഴിച്ചപ്പോൾ ഈ വിവേചനം കാണിച്ചിരുന്നുവെങ്കിൽ ഇതിനു മുമ്പ് പത്രസമ്മേളനം നടക്കില്ലായിരുന്നോ? ഇതിനു മുമ്പ് പത്രസമ്മേളനം നടത്താതിരിക്കുമായിരുന്നോ? ഒരു വിവേചനം കാണിച്ചിരുന്നുവെങ്കിൽ ഇതുവരെ ഒരു പത്രസമ്മേളനം വിവേചനം എന്ന് പറഞ്ഞിട്ട് കാണിച്ചിട്ടില്ല. പക്ഷെ ഒരു പരിപാടി നടത്തിയിട്ടുണ്ട്. എന്താണ്? ഒരു മാർച്ച് നടത്തിയിട്ടുണ്ട് വിവേചനം എന്ന് പറഞ്ഞിട്ട്. അതിൽ നമ്മുടെ മെമ്പർമാർ നമ്മുടെ ആ പ്രതിപക്ഷ മെമ്പർമാരും പലരും അപ്പം അങ്ങനെ പറയാം അതിൻ്റെ പുറകിലാണ്. ആരും കാണണ്ടെന്ന് വിചാരിച്ചു വിവേചനം നടത്തുന്നത്. അത് ഉദ്ഘാടനം ചെയ്തത് ബഹുമാനപ്പെട്ട മുൻ കണ്ണൂർ മേയർ ടി ഒ മോഹനാണ്.
അദ്ദേഹം മാത്രമാണ് പ്രസംഗിച്ചത് വിവേചനം. വേറെ ആരും ഞാനിവിടെ ഓഫീസിലിരിക്കുന്നത്, എന്നെ മുന്നിലല്ലേ അവിടെ, ഞാൻ കൃത്യമായി ശ്രദ്ധിച്ചു. അദ്ദേഹം മാത്രമാണ് വിവേചനം പ്രസംഗിച്ചത്. അത് പ്രസംഗിക്കാനുള്ള എല്ലാ യോഗ്യതയും അദ്ദേഹത്തിനുണ്ട്. കാരണം ഏത് ദിവസം പത്രം എടുത്ത് നോക്കിയാലും അവിടെ കോർപ്പറേഷനിൽ വിവേചനത്തിൻ്റെ പേരിലുള്ള തമ്മിലടി സ്ഥിരം നടന്നുകൊണ്ടിരിക്കും. അപ്പോൾ അതുപോലെ തന്നെ ആയിരിക്കും ചെറുപുഴ എന്ന് അദ്ദേഹം വിചാരിച്ചു. അദ്ദേഹം ധൈര്യമായി പ്രസംഗിച്ചു എന്ന് വിചാരിക്കാറുള്ളൂ. മറ്റാരും അതിനെക്കുറിച്ച് നമ്മുടെ മെമ്പർമാരൊന്നും, ഞാൻ കൃത്യമായി പറയുന്നതാണ്, നമ്മുടെ മെമ്പർമാരാരും മുൻനിരയിൽ വന്നു വരുന്നില്ല. മുൻനിരയിൽ കുറച്ച് യൂത്ത് കോൺഗ്രസ് പിള്ളേരും അവരൊക്കെ കൂടെ നിന്നു, അവർ പുറകിലാവുന്നു. എന്നാൽ അവരിതിന് പ്രത്യക്ഷപ്പെടാൻ വേണ്ടി പോലും താല്പര്യം കാണിച്ചല്ല. അതേപോലെ തന്നെ ഇന്നലെ നടന്ന പത്രസമ്മേളനവും അവരെ നിർബന്ധിച്ച് ചെയ്യിച്ചതാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എനിക്ക് അങ്ങനെ വിശ്വസിക്കാനേ കഴിയൂ. കാരണം അവരുമായിട്ട് എനിക്ക് 4 കൊല്ലത്തെ പരിചയമുണ്ട്. ഈ 4 കൊല്ലത്തെ പരിചയത്തിൽ അവരാരും ഇങ്ങനെ നട്ടാൽ കുരുക്കാത്തൊന്നും കളവ് പറയുന്നവരാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അത്യാവശ്യം ചില കളവൊക്കെ പറയും, അതില്ല എന്ന് ഞാൻ പറഞ്ഞില്ല. എന്നാലും ഇത്തരത്തിൽ കളവ് പറയുമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അതിപ്പോൾ അവരുടെ പേരിൽ നിർബന്ധിച്ചുണ്ടാക്കിയതാണ്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് എനിക്ക് എൻ്റെ സഹപ്രവർത്തകരോട് സഹതാപം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. ഇങ്ങനെയൊക്കെ ചെയ്യും. ഇതിൻ്റെ പേരിൽ മറ്റെന്തെങ്കിലും ഇനി നാളെ മുതലുള്ള കാര്യങ്ങളിൽ നമ്മൾ മാറ്റി നിർത്താനോ ഒന്നും ഉദ്ദേശിക്കുന്നില്ല. നമുക്കൊരു പോളിസിയുണ്ട്. നമ്മുടെ പോളിസി ജനങ്ങളെ മുന്നിൽ കണ്ടുകൊണ്ട് ആർക്കാണോ ആവശ്യം അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ അത് ചെയ്തു കൊടുക്കണം എന്നാണ്. അതിപ്പോൾ ഇപ്രാവശ്യം ജയിച്ചത് കോൺഗ്രസ് ആണോ, അടുത്ത പ്രാവശ്യം LDF അവിടെ ജയിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ടൊന്നുമല്ല. ആര് ജയിച്ചാലും ആര് തോറ്റാലും നമുക്കത് ചെയ്യാൻ വേണ്ടി കഴിയുള്ളൂ. അതുകൊണ്ട് ഈ വിവരം ആർക്കെങ്കിലും, നിങ്ങൾ പത്രപ്രവർത്തകർക്കൊന്നും ഈ സംശയമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നിങ്ങൾ ഇവിടുത്തെ എല്ലാ പൾസും അറിയുന്ന ആളുകളാണ്. നിങ്ങൾക്കാർക്കും ആ സംശയം ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷെ നിങ്ങളിതിങ്ങനെ ടെലികാസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ കണ്ട കുറേ ആളുകൾക്ക് അത് ചിലപ്പോൾ സംശയം തോന്നാം. അങ്ങനെ തോന്നിയേക്കുമെന്ന് വിചാരിച്ചിട്ടാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ വിശദീകരിച്ചത്. ബാക്കി കാര്യങ്ങൾ സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗങ്ങൾ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരുണ്ട്, അവരൊക്കെ പറഞ്ഞു. ഞാൻ വിചാരിച്ചു അത് കഴിഞ്ഞിട്ടും ചോദിക്കുമ്പോൾ പറഞ്ഞു പറയാനേ. ഇങ്ങനൊരു പത്രസമ്മേളനം ഞങ്ങൾ ഇവിടെ നമ്മുടെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് പറഞ്ഞ പോലെ മനസ്സിൽ പോലും കരുതല്ല, ഞങ്ങളെ കൊണ്ടിത് ചെയ്യിക്കുന്നതാണ്. ഒരു ഡോക്യുമെൻ്ററി എന്ന് പറഞ്ഞാൽ പഞ്ചായത്തിൻ്റെ ഒരു പൊതു ഇവിടെ നടന്ന 4.5 വർഷത്തിനിടയ്ക്ക് ചെയ്ത് നടന്ന പ്രവൃത്തി എന്തൊക്കെയാണ് എന്നതിനെ സംബന്ധിച്ച് ഞങ്ങൾ പഞ്ചായത്ത് ബോർഡ് ചേർത്ത് പ്രസിഡന്റ് ഒരു നിർദ്ദേശം വെച്ചു. നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പറയണ്ടേ. ആർക്കും ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നില്ല. ഡോക്യുമെൻ്ററി ഡേറ്റ് തീരുമാനിച്ചു, ഇവിടെ തീരുമാനമെടുത്തു. അന്ന് രാവിലെ എല്ലാവരും വന്നു. ഡോക്യുമെൻ്ററി എന്ന് പറഞ്ഞാൽ അതൊരു രേഖയല്ലേ, അത് പബ്ലിക് ഡൊമൈനിൽ കാണുന്നല്ലേ. ഈ ഞങ്ങൾ ആലോചിച്ച് 5 വർഷത്തിനിടയ്ക്ക് ഞങ്ങൾ 19 ആളുകളും ഒരുമിച്ച് സ്വപ്നം കണ്ട് 13, അതിപ്പോൾ ഞങ്ങൾക്ക് ഈ പത്രസമ്മേളനത്തിലാണ് 13 വേറെ 6 വേറെ എന്നുള്ള മനസ്സിൽ വന്നത്. ഞങ്ങൾക്ക് അതിനകത്തൊരു നാണക്കേടുണ്ട്. ഞങ്ങൾ പൊതുപ്രവർത്തനമൊക്കെ നടത്തുമ്പോൾ വികസന രംഗത്തൊരു പഞ്ചായത്ത് എന്നൊക്കെ പറഞ്ഞാൽ ഭരണസമിതിയാണ്, പ്രതിപക്ഷമില്ല. മാഷിനെ പോലുള്ള ആൾ, ബാലാട്ടിനെ പോലുള്ള ആൾ, പ്രായമുള്ള ആളുകളൊക്കെ ഉണ്ട്. പണ്ട് പലപ്പോഴും കേട്ട് പഠിച്ചൊരു കാര്യം, ഞങ്ങളൊക്കെ മെമ്പറായിട്ട് വരുമ്പം ആലോചിക്കുന്ന ഒരു കാര്യം, ഒരാളെ മാറ്റി നിർത്തി എന്ന് പറഞ്ഞൊരു ആക്ഷേപം പറയാമെന്ന് പറഞ്ഞാൽ അതൊരു നമുക്കൊരു അപമാനം ഉണ്ടാകുന്ന, അതിൽ ഞങ്ങൾ ഈ മെമ്പർമാരെ മാറ്റി നിർത്തി എന്ന് പറയുമ്പം ഒരു വല്ലാത്ത നാണക്കേട് ഞങ്ങൾക്ക് തന്നെ തോന്നുന്നു. പൊതുവായിട്ട് ആൾ കാണുന്നല്ലേ, സത്യസന്ധത അതാണോ? ഈ 5 വർഷത്തിനിടയ്ക്ക് ഈ പഞ്ചായത്ത് ബോർഡിൽ ഒരിക്കലെങ്കിലും ഒരു പ്രതിഷേധം ഇവിടെ നേറ്റെന്ന് പറഞ്ഞോ? പറയുന്നതൊക്കെ ഷാജി ജോയിയൊക്കെ വലിയ ഒരൊറ്റ വർത്തമാനം പറയില്ല. നിങ്ങൾക്കറിയാത്തതുകൊണ്ടാണ്. പൊതുവായൊരു സ്ഥലത്ത് വരുമ്പോൾ നമ്മൾ ഒരു പൊതു കാര്യം പറയും. അന്ന് ഏതെങ്കിലും ഒരു തർക്കം ഉണ്ടായിരുന്നെങ്കിൽ ഒരു വിയോജനക്കുറിപ്പ് കൊടുത്തുകൂടെ? പത്രസമ്മേളനം അവിടെ നടത്താനായിട്ട് അവിടെ പോകുമ്പോൾ അവസാനം ഡോക്യുമെൻ്ററിയിൽ പങ്കെടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അതിൽ ഡോക്യുമെൻ്ററി പറഞ്ഞ കുറേ കാര്യമുണ്ട്. അതിനു മുമ്പ് ഏതെങ്കിലും ഒരു കാര്യത്തിൽ 5 വർഷത്തിനിടയ്ക്ക് ഒരു വിയോജനക്കുറിപ്പ് ഞങ്ങളെ അവഗണിക്കുന്നുണ്ട്. 5 വർഷം റോഡ് കൊടുത്തില്ലേ, അതിന് രേഖയില്ലേ? രേഖയുണ്ട്. അവിടെ പ്രതിഷേധം ഉണ്ടെങ്കിൽ ഇവിടെ രേഖയിൽ എഴുതാ വിയോജനക്കുറിപ്പ് പരിശോധിക്കപ്പെടും. മേലോട്ട് ഒരെണ്ണം കൊടുത്തോ? ഒരു തരത്തിലുള്ള വിവേചനം കാണിച്ചിട്ടില്ല, ഒരു തരത്തിലുള്ള വിവേചനം. അതിന് പിന്നെ പൊതുവിൽ അവർ പറഞ്ഞു, പിന്നെ ഇനി ഏതെങ്കിലും കാരണവശാൽ ഈ പിന്നെ അവരെ മോശമാക്കുകയാണെങ്കിൽ ഇവിടെ അടച്ചിട്ടിട്ടാണ് ഓരോ മെമ്പർമാരും ഇവിടുന്നായിരുന്നു നമ്മൾ ഈ മറ്റേ ഡോക്യുമെൻ്ററി നടത്തിയത്. ഓരോ മെമ്പർമാർ കയറുമ്പോൾ അവരോട് പറഞ്ഞെന്താ, അവനവൻ്റെ വാർഡിൽ ചെയ്ത പ്രവർത്തനത്തെ സംബന്ധിച്ച് പഞ്ചായത്തിന് പൊതുകാര്യം പോലും പറയാൻ പറഞ്ഞില്ല. അത് പ്രസിഡന്റ് വരെ പറഞ്ഞോട്ടെ. അവനവൻ്റെ വാർഡിൽ 5 വർഷം നടത്തി അവർ ചെയ്ത ഒരു പൊതു കാര്യങ്ങൾ പറയാനാണ് പറഞ്ഞത്. അത് പറയുമ്പം വേണമെങ്കിൽ ആ ഡോക്യുമെൻ്ററിയിൽ തന്നെ അവർക്ക് പറഞ്ഞുകൂടെ ഇന്ന കാര്യം നടന്നില്ല എന്ന്? ആ നല്ലൊരു അവസരമല്ലേ കളഞ്ഞു കുളിച്ചത്? അങ്ങനെ ചിലപ്പോൾ എല്ലാം ചെയ്യാൻ പറ്റുമായിരുന്നേ.
എന്നിട്ട് അതിനോട് അവസാനം പറഞ്ഞു, ഇതിപ്പം അവസാന വർഷമായി ഒരു വികസനം നടന്നിട്ടില്ലെന്ന് ഞങ്ങളുടെ പ്രിയപ്പെട്ട ആളുകൾ പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾക്ക് വർഷം. ഒരു വികസനവും നടന്നിട്ടില്ലെന്നാണോ? ഞാൻ കഴിഞ്ഞ തവണ മെമ്പറാണ്, ജമീല കോളേജിൻ്റെ കൂടെയും കൊച്ചുറാണിയുടെ കൂടെയും ഞാൻ മെമ്പറാണ്. 15 വാർഡ് മെമ്പറാണ്, ചെട്ടൂർ മെമ്പറായിരുന്നു. ഞാൻ കഴിഞ്ഞോടെ മെമ്പറായിട്ട് വരുമ്പം ഒരു വീടാണ്, മാഷ് പറഞ്ഞില്ല, ഒരു വീടാണ് ഏത് നമ്മുടെ മെയിൻ്റനൻസിന് എന്ന് കൊടുക്കുന്ന ഒരു വീട് 75,000 രൂപ. അത് പിന്നീട് 2 ആയി. അപ്പോഴേ മനസ്സിൽ ഞങ്ങൾ കണ്ടത് പറഞ്ഞു, ഞങ്ങൾ വന്നപ്പോൾ തൊട്ടേ ആലോചിക്കുന്ന ഇതെങ്ങനെ 100 ആക്കാം. അലക്സാണ്ടർ മാഷ നേതൃത്വത്തിലുള്ള ബോർഡ് വന്നപ്പോൾ കഴിഞ്ഞവണ അത് 1 ലക്ഷം ആക്കി, കഴിഞ്ഞവണ 1 ലക്ഷം ആക്കി, അത് 1 ലക്ഷം ആക്കി, അത് മൂന്ന് വീട് വെച്ചാക്കി 60 ലക്ഷം. എല്ലാ വർഷവും ഞങ്ങൾ ആലോചിച്ചത് എങ്ങനെ 100 ആക്കാം. അങ്ങനെ ആലോചിച്ച് 100 ആക്കി. 330 വീട് എല്ലാവരും കൂടെ സ്വപ്നം കണ്ട് എല്ലാവർക്കും കൊടുത്ത ലൈഫ്. ഒരു വികസനം നടന്നിട്ടില്ലേ പറഞ്ഞേ? 509 വീട് ലൈഫിൽ. 21 കോടിയാണ്, 21 കോടി മുടക്കി. ഈ ഒരു മനുഷ്യൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്വപ്നമല്ലേ വീട്. 2500 ലൈറ്റ് അല്ലേ പറയട്ടെ, 2500 ലൈറ്റ് നമ്മുടെ ഗ്രാമങ്ങൾ, നമ്മുടെ PW റോഡ് മുഴുവൻ ലൈറ്റ്. 90% റോഡ് നിങ്ങൾ പോകുന്ന എല്ലാ പ്രദേശത്തും പോകുന്നില്ല. ചിലപ്പം പോകുന്ന വഴിക്ക് ഏതെങ്കിലും ഒരു റോഡ് പൊളിഞ്ഞു കിടക്കുന്നുണ്ട്. ആ റോഡ് ചിലപ്പോൾ ഏറ്റെടുത്തിട്ട് മാർച്ച് മാസത്തോടെ ചെയ്തു തീർക്കേണ്ടതാണ്. ഇപ്പം പറഞ്ഞില്ല, എത്രയും പെട്ടെന്ന് റോഡ് തീർക്കാനുള്ള കാര്യം തീർക്കാണ്. ഏതാണ്ട് 90% റോഡ് തീർന്നു. മാഷ് പറഞ്ഞില്ലേ 12 കോടി ഒരു റോഡ്, നമ്മളൊരു റീച്ചിന് 5 ലക്ഷം വെച്ചാണ് 12 കോടി. ഏതാണ്ട് 350ഓളം തൊഴിലുറപ്പിൽ റോഡ്, കലുങ്ക്, കാന, ചെറുപുഴ പഞ്ചായത്തിൻ്റെ എല്ലാ പ്രദേശത്തൊന്ന് പോയി നോക്ക്. ബുദ്ധിപ്പെട്ട 200 കുടിവെള്ള വെള്ളമില്ലാത്ത വലിയ ഗുരുതരമായ പ്രശ്നമല്ലേ. മഴവെള്ള സംഭരണി 200 2 കോടി. 2 കൈ നീട്ടിയല്ലേ പഠിച്ചേ. ഏതെങ്കിലും ഒരു കാര്യം ഈ 4.5 വർഷം തെറ്റില്ല. എന്താണെന്ന് വെച്ചാൽ അവരോട് വിളിച്ച് പറഞ്ഞെന്നാ അവരെ എടുത്തെടുത്ത് പറയുന്നുണ്ട്. മാഷ് പറഞ്ഞില്ലേ, എടുത്തെടുത്ത് പറയുന്നുണ്ട്. ഞങ്ങൾ ആരും പറഞ്ഞിട്ട് പറയുന്നല്ല കേട്ടോ, ഞങ്ങൾ ആരും പറഞ്ഞില്ല. അവർക്കങ്ങനെ പറഞ്ഞിട്ട് ഞാൻ ചോദിക്കുന്നത്, ഈ നിങ്ങൾ അവർക്ക് മാഷും പറഞ്ഞില്ലേ, കഴിഞ്ഞ ദിവസം DCC പ്രസിഡന്റ് അല്ലേ മാർച്ച് ഇവിടോട്ട് നടന്നു. നിങ്ങൾ അന്ന് വാർത്തയും കൊടുത്തു. DCC എന്താ മാർച്ച്? അതാ പറഞ്ഞേ, ഭൂമി വിൽക്കുകയാണ്, പൊതു സ്വത്ത് വിൽക്കുക. എന്താ പൊതു സ്വത്ത് വിറ്റത്? നമ്മളെല്ലാം കൂടെ ഈ നാടാകെ കണ്ടൊരു സ്വപ്നമില്ലേ, നമ്മൾ പത്രക്കാരെല്ലാം കൂടെ ചെറുപുഴയുടെ ടൂറിസം മേഖലയിലേക്ക് ഓരോ ദിവസവും നമ്മൾ നോക്കുമ്പം താബോറിൽ 100 കണക്കിന് ആൾ വരുന്നു, തിരുനെറ്റിയിൽ 100 കണക്കിന് ആൾ വരുന്നു, കൊട്ടത്തരച്ചി വരുന്നു, ചാത്തമംഗലം തെരുമല വരുന്നു, യെസുവളയിൽ വരുന്നു. നമ്മുടെ ഈ പാർക്ക്, ഈ പാലത്തിൻ്റെ ഇപ്പുറത്തെ പാർക്കിലെല്ലാം, പാർക്കൊക്കെ എത്ര മനോഹരമായി കൊടും കാട് പിടിച്ചു കിടന്ന സ്ഥലമല്ലേ. അവിടെ സൊസൈറ്റിയായി ബന്ധപ്പെട്ട് ഈ ഫെഡറൽ ബോട്ട് ഓടിക്കാൻ തീരുമാനം. ഫെഡറൽ ബോട്ട് ഓടിക്കാൻ നമുക്കൊക്കെ എവിടെയോ പോയി കണ്ട്, നമ്മൾ പണ്ട് എവിടെയോ കണ്ട കാര്യം. അത് ഓടിക്കാൻ ഒരപേക്ഷ ഉണ്ടെന്ന് പ്രസിഡന്റിനെ കൊടുത്തൊരു അപേക്ഷ, ടൂറിസ്റ്റ് സൊസൈറ്റി ഒരു അപേക്ഷയാണ്. അപേക്ഷ പ്രസിഡന്റ് എന്ന് കാണിച്ചു, അജണ്ടയിൽ അങ്ങ് വെച്ചു. കത്താണ്, കത്ത് വായിച്ചാൽ മതി. കത്ത് ഇവിടെ വന്നിട്ട് വായിച്ചാൽ മതി. അത് അജണ്ട വെക്കേണ്ട കാര്യം പോലും ഇല്ല, വായിച്ചാൽ മതി. സുതാര്യവും സത്യസന്ധനായ പ്രസിഡന്റ്, ഒരു തട്ടിപ്പില്ലാത്ത പ്രസിഡന്റ്. അത് അജണ്ടയിൽ വെച്ചു. അജണ്ട കുറിപ്പെന്ന് പറഞ്ഞ് 25 വർഷം അങ്ങനെ 25 വർഷത്ത് എന്ന് പറഞ്ഞാൽ ആ കത്തിൻ്റെ പേരിൽ ഇവിടെ ഒരു ബോർഡ് കൂടാതെ DCC ചേർന്നു, KPCC ചേർന്നു. മാർച്ച് നടത്തുമെന്ന് തീരുമാനിച്ചു. മാർച്ച് നടക്കുന്നു. അവിടെ തൊട്ട് തുടങ്ങി മാർച്ച് ഇങ്ങോട്ട്. ഇതാണ് കാള പറ്റൂ എന്ന് കേട്ട് കയറെടുത്തു. മാർച്ച് ഇവിടെ ഒരു കത്തിൻ്റെ പേരിലല്ലേ മാർച്ച്. അങ്ങനെ സ്ഥലം വിൽക്കാൻ പറ്റുമോ? അന്ന് ആ സമരം നടത്തി. ഞങ്ങൾ അതിനും വ്യക്തമായി കൊടുത്തു. അതിന് മുമ്പ് ഒരു പ്രതിഷേധം കൂടി നടന്നത്. പ്രതിഷേധം എന്താ, നിങ്ങൾ മറന്നു പോകരുത്. ഈ ഭരണസമിതി വന്നിട്ട് ഒരു വർഷത്തിനിടയ്ക്ക് ഒരു പ്രതിഷേധം അല്ലേ, ആ ഒരു പ്രതിഷേധം കൊടുത്തത് എന്താ, കൊറോണയുടെ സമയത്ത്. ഞാനതിൻ്റെ മനസ്സിൽ എന്താ പ്രതിഷേധം എന്തായിരുന്നു? പ്രതിഷേധം കോൺഗ്രസ് ഓഫീസ് തീരുമാനിച്ചു മാർച്ച്. പ്രതിഷേധം കുഴപ്പം അവരാലോചിച്ചിട്ട് വന്നെന്താ, ഇവിടെ കൊറോണയുടെ സമയത്ത് ഒരു ദിവസം ഞായറാഴ്ച പഞ്ചായത്തിലെ 10 ജീവനക്കാരെ നിയമിക്കുന്നു. തെറ്റായ പുറംപാതിൽ നിയമനം നടന്നു. എന്താ പുറംപാതിൽ നിയമനം എന്ന് വെച്ചാൽ, ആ ഫ്രണ്ടിലിരിക്കുന്ന 2 പെമ്പിളരിപ്പില്ലേ, ഹെൽപ്പ് ഡെസ്ക്. ആ കുടുംബശ്രീയുടെ ഹെൽപ്പ് ഡെസ്ക്, ആളുകളെ സഹായിക്കാൻ ഹെൽപ്പ് ഡെസ്ക് തീരുമാനിച്ചു പഞ്ചായത്ത്. ഞങ്ങൾ മൊത്തത്തിൽ 2 മാസം ചർച്ച ചെയ്ത് എല്ലാവരും പറഞ്ഞു കുടുംബശ്രീക്കാരുടെ. അപ്പോൾ അന്ന് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, കൊറോണ ആയതുകൊണ്ട് മിക്കവാറും പഞ്ചായത്ത് അടച്ചുവിട്ടു. ഒരു ഞായറാഴ്ച അവരൊരു ഇൻ്റർവ്യൂ നടത്തി. എല്ലാവരോടും തീരുമാനിച്ചു. അവരെ ശമ്പളം എത്ര എന്നറിയോ? അന്ന് ഒരു മാസം ഒരു ദിവസം 50 രൂപ പോലും കിട്ടുന്നില്ല അവർക്ക്. അപ്പൊ ആരോ ഇവരോട് പറഞ്ഞു, ഞങ്ങളെല്ലാം കൂടെ തീരുമാനിച്ചാണ് അവിടെ മുഴുവൻ ജീവനക്കാരും പിരിച്ചുവിട്ട് ഇവിടെ പുതിയ നിയമനം നടത്താന്ന് പറഞ്ഞ ആദ്യത്തെ പ്രതിഷേധം അതാണ്. ഇവിടെ പഞ്ചായത്ത് ഇറങ്ങിപ്പോകുമ്പോൾ മെമ്പറോട് പറഞ്ഞു, നിൽക്ക്, ഈ കാര്യം കേട്ടിട്ട് പോകൂ. എന്നിട്ട് മാഷ് ഞങ്ങളോട് ആലോചിച്ചു, നമുക്കിതിനൊരു തിരിച്ച്, നിങ്ങളെല്ലാം വാർത്ത കൊടുത്തില്ലേ, ഞങ്ങളെ ആക്ഷേപിച്ചില്ലേ, ഞങ്ങൾ മറുപടി പറഞ്ഞോ? അപ്പം ഞങ്ങൾ ആലോചിച്ചെന്നറിയോ, അത് കുഞ്ഞു പിള്ളേരല്ലേ,
അവരുടെ കാര്യം അറിയാത്തതുകൊണ്ടല്ലേ, നമ്മുടെ ഭരണസമിതി അംഗങ്ങളല്ലേ, അവരറിയാതെ പോയതല്ലേ. അതുകൊണ്ട് നമ്മൾ അതിന് മാഷെ ഒരു പത്രസമ്മേളനം ഒന്ന് നടത്തണ്ട, നമ്മുടെ മെമ്പർമാരല്ലേ എന്ന നിലയിലുള്ള തീരുമാനമല്ലേ ഞങ്ങളെടുത്ത്. ഞങ്ങൾ ആക്ഷേപിച്ചോ? ഇവിടെ അങ്ങനെ നിയമനം നടന്നോ? തെറ്റായി ഒരു കാര്യം പറയാൻ പറ്റും, ഒരൊറ്റ കാര്യം. വികസന രംഗത്ത് അത് പറഞ്ഞു. ഈ അല്ല, അറിയാതെ ഞങ്ങളുടെ ആ പാവങ്ങളോട് പറഞ്ഞു വിട്ടപ്പം ആ പാവങ്ങൾ, ഞങ്ങളുടെ പ്രിയപ്പെട്ട സഭ ആ പാവങ്ങൾ പറഞ്ഞു, ഇനിയിപ്പോൾ എലക്ഷൻ വരാൻ പോവല്ലേ, എലക്ഷൻ വരാൻ വേണ്ടി പോകുമ്പോൾ ഡോക്യുമെന്ററി പിടിച്ചാൽ ആ പിടിച്ചിട്ട് ഞങ്ങൾ പറയുന്ന എല്ലാ കാര്യവും അതിനകത്ത് വരാൻ സാധ്യതയുണ്ടോ? എലക്ഷൻ വരുന്നതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞു ഇനിയിപ്പം ഒരു കാര്യവും ചെയ്തില്ല എന്ന് പറഞ്ഞു. ഒരു കാര്യവും ചെയ്തില്ലേ? ഈ ചെറുപുഴ പഞ്ചായത്തിൽ 40,000 ജനങ്ങൾ പറയട്ടെ, അവിടെ തിരുനെറ്റി താമസിക്കുന്നവർ പറയട്ടെ, ജിനോ പറയട്ടെ, ഈ കാര്യങ്ങളൊക്കെ ചെയ്ത കാര്യം പറയാൻ തുടങ്ങിയ ഒന്നും ഒരു മനുഷ്യൻ ആദ്യം കിടക്കുന്നതാണ്. നമുക്ക് പറയാനാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ഫുള്ളായിട്ട് ഈ ഒരു ദിവസം മുഴുവൻ സംരക്ഷണം ചെയ്താലും പറയാൻ പറ്റാത്ത അത്രയും കാര്യങ്ങൾ ഈ പഞ്ചായത്തിൽ നടന്നിട്ടുണ്ട്. അത് ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ ഒരുമിച്ച് കണ്ടല്ല, ഞങ്ങൾ 19 ആൾ കൊടുക്കാനുള്ള സ്വപ്നമാണ്, 19 ആൾ കൊടുക്കാനുള്ള സ്വപ്നമാണ്. ഇനി ഇലക്ഷൻ ആണെന്നേ, നിങ്ങൾ ഇനി എല്ലാ ദിവസവും പറഞ്ഞു പിടിച്ചോന്നേ. അതുകൊണ്ട് അതൊക്കെ കാലവും സാഹചര്യമൊക്കെ മാറി. ഏതെങ്കിലും ഒരു കാര്യത്തെ കുഴപ്പമുണ്ടാക്കി കുറെ കുറ്റം പറഞ്ഞാൽ മാത്രം ജനങ്ങളെ ഒന്നും തെറ്റിദ്ധരിയ പുതിയ നവമാധ്യമമൊക്കെ നിൽക്കുന്ന സമയത്ത് ഞങ്ങൾ കുറെ വെറുതെ ചെയ്തു പറഞ്ഞ ആള് കേൾക്കോ? ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്, നമ്മൾ ഈ വിദേശ കാലത്ത് തെങ്ങിൻ കൃഷി വികസനം നമ്മുടെ കാർഷിക മേഖലയിലെ പ്രധാനപ്പെട്ട അതിൽ ഈ വർഷം കൊടുത്ത വളത്തിന്റെ അളവിലാണ് ഏറ്റവും കൂടുതൽ കൊടുത്തത്. മാത്രം ഏറ്റവും കൂടുതൽ കൊടുത്തത് 14 വാർഡാണ് ഞാൻ പറഞ്ഞത്. 4-ാം വാർഡിലാണ് ഏറ്റവും കൂടുതൽ വളർന്നത്. 4730 കിലോഗ്രാം വളമാണ് 4-ാം വാർഡ്. തൊട്ട് അടുത്ത് വരുന്നത് 3-ാം വാർഡാണ്. 3822 കിലോഗ്രാം വളം അവിടെ കൊടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞ ഒന്നാമത് LDF മെമ്പറാണ്, രണ്ടാമത് UDF മെമ്പറാണ്. ഇനി അങ്ങനെ വന്നാൽ പിന്നെ മൂന്നാമത്തത് 11-ാം വാർഡാണ്, LDF മെമ്പറാണ്. 4-ാമത് 17-ാം വാർഡ് മെമ്പറാണ്, UDF മെമ്പറാണ്. പിന്നെ 7, 6, 12 വാർഡുകളാണ് പിന്നെ വരുന്നത്, അതെല്ലാം LDF മെമ്പറാണ്. 8-ാം സ്ഥാനത്ത് വരുന്നത് 19-ാം വാർഡ് മെമ്പറാണ്. 2586.5 കിലോഗ്രാം വളം കൊടുക്കുന്നുണ്ട്. പിന്നെ വരുന്നതാണ് ഞങ്ങളുടെ പ്രധാനപ്പെട്ട ഘടകകക്ഷി CPI ആണ്. CPIയിലെ 2555 കിലോയാണ് കൊടുത്തിരിക്കുന്നത്. ഈ വിവേചനം കാണിക്കാനാണെങ്കിൽ ഇതൊക്കെ ആദ്യം ഞങ്ങൾ ഇരിക്കുന്നവർക്ക് കൂടുതൽ കൊടുത്തിട്ട് മറ്റവർക്ക് കുറവ് കൊടുത്താൽ അവർ പറഞ്ഞു വന്ന് നമുക്ക് ഭൂരിപക്ഷം ഉള്ളതുകൊണ്ട് നമ്മളൊക്കെ ചെയ്യുന്നതാണ്. ആ ഭൂരിപക്ഷം ഉപയോഗിച്ചിട്ട് അങ്ങനെ ചെയ്യണമെങ്കിൽ ശരിയല്ല. അതുകൊണ്ടാണ് ചെയ്യാം. ശരിയല്ലാത്ത കാര്യം ചെയ്യേണ്ടത്. മൃഗസംരക്ഷണ മേഖലയിൽ ഇതെല്ലാം എടുത്തെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും കോഴി വളർത്തല് ഇപ്രാവശ്യം കൊടുക്കുന്ന കോഴി എന്താ പറയുന്നത്, അടുക്കള മുട്ടത്തെ കോഴി വളർത്തല് അത് മുഴുവൻ വർഷങ്ങളോളം. ഈ വർഷം ഏറ്റവും കൂടുതൽ കോഴി കൊടുക്കുന്നത് 165 പേർക്ക് കോഴി കൊടുക്കുന്നത് 19-ാം വാർഡിലാണ്. അതേപോലെ 10-ാം വാർഡില് 9-ാം വാർഡില് 82 പേർക്ക് കൊടുക്കുന്നുണ്ട്. 8-ാം വാർഡിൽ 40 പേർക്കേ കൊടുക്കുന്നുള്ളൂ. വീണ്ടും വീണ്ടും പ്രസിഡന്റ് വാർഡാണ് ഓർമ്മിക്കുന്നതല്ല. അങ്ങനെ നമ്മൾ കാണുള്ളൂ. അങ്ങനെയാണ് അത് ചെയ്തിരിക്കുന്നത്. ഇനി ഏത് വേണമെങ്കിലും പറയാൻ മിക്കവാറും സാധനങ്ങളൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട്. കാലിത്തീറ്റ വിതരണം പിന്നെ 16, 17, 18 ഏറ്റവും കൂടുതൽ 10-ാം വാർഡിൽ 26 പേർക്ക് 10-ാം വാർഡിൽ. 6-ാം വാർഡിലാണ് ഏറ്റവും കൂടുതൽ 10-ാം വാർഡിലാണ് 33 പേർക്ക് കൊടുക്കുന്നുണ്ട്. അതുകാർ വളർന്നു കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ കാണും. അപ്പൊ അതിനെ അത് വ്യത്യാസപ്പെട്ടിരിക്കും. ഓരോന്നും കൊടുക്കുമ്പോൾ അത് ഓരോന്നും വ്യത്യാസപ്പെട്ടിരിക്കും. എന്താണോ ഉള്ളത് അവര് അതാത് വാർഡിന്റെ സ്ഥിതി അനുസരിച്ചിട്ടാണ് ഇരിക്കുക. നമ്മൾ ഫലവൃക്ഷത്തെ വിതരണം ചെയ്തിട്ടുണ്ട്. ഫലവൃക്ഷത്തെ വിതരണം ചെയ്തതിന് 22, 21, 27, 25, 21, 23, 27, 16, 38, 15, 21, 13, 11, 19, 20, 11, 13, 18, 21. വെറുതെ ഞാൻ വായിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് തിരിച്ചറിയാൻ വെറുതെ കേൾക്കുമ്പോൾ വേറെ ദൈവം പറയുന്നത് പറഞ്ഞു. ഇതിലൊന്നും യാതൊരു ഇത് കാണിച്ചിട്ടില്ല. നമ്മുടെ ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള പരിപാടികളിൽ ഒന്നിലും നമ്മളൊരു നമുക്ക് വേണമെങ്കിൽ സ്ട്രീറ്റ് ലൈറ്റ് ഒക്കെ വളരെ ഭംഗിയായി വേണമെങ്കിൽ ഞങ്ങളുടെ വാർഡുകളിലേക്ക് മാത്രമായിട്ട് പോകുന്നതാണ്. എന്തെങ്കിലും ഒക്കെ ചെയ്യാത്തത് കൊണ്ടാണ് ഇപ്പോൾ നമ്മളതൊരു വാർഡായിട്ടല്ല കണ്ടത്. ഞാൻ ആദ്യം പറഞ്ഞതിനാണ് ജനങ്ങളെ നമ്മൾ കണ്ടിട്ടുള്ളൂ. ജയിക്കുന്ന ഇപ്പോൾ പ്രാവശ്യം ജയിച്ചവർക്ക് അടുത്ത പ്രാവശ്യം അവിടെ ജയിച്ചോളും, ഞാൻ അടുത്ത പ്രാവശ്യം അവിടെ ജയിച്ചോളണമെന്നില്ല, അല്ലെങ്കിൽ ജോയി അടുത്ത പ്രാവശ്യം അവിടെ ജയിച്ചോളണമെന്നില്ല. അതുപോലെ തന്നെ അവരും അടുത്ത പ്രാവശ്യം അവിടെ ജയിച്ചോളണമെന്നില്ല. ചിലപ്പോൾ ഇപ്രാവശ്യം കോൺഗ്രസ് വാർഡുകളെല്ലാം LDF പിടിച്ചെടുത്തു വരും.
തിരിച്ചു സംഭവിക്കാറുണ്ട്, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ല. അപ്പൊ അതൊന്നും വിചാരിച്ചിട്ട് വികസനം എന്താ പറയാ ഉദ്യോഗി കൊടുക്കുക എന്നുള്ളത് ശരിയായ കാര്യമാണ് നമ്മൾ ഒരിക്കലും വിചാരിച്ചില്ല. എന്ന് മാത്രമല്ല നമ്മുടെ പാർട്ടിയും ആ തരത്തില് ഒരു നിർദ്ദേശവും നമുക്ക് തന്നിട്ടില്ല. അതും പറയാം, ഞങ്ങൾ മാത്രം ചെയ്യാം. വീട് പറഞ്ഞില്ലേ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഉൾപ്പെടെയുള്ള ഉൾപ്പെടെയുള്ള സെറ്റ് പോയത് ഒരു വർഷം കൃത്യവും ഞങ്ങൾ നിങ്ങളോട് പറയുന്നു, ഞങ്ങൾ കൊടുത്ത വീട് മുഴുവൻ നിങ്ങൾ പോകണം. ഞങ്ങൾ UDF പിന്നെ UDF അവരങ്ങനെ പറഞ്ഞോട് പറയാണ്, അവരോട് പറയുന്നു, അവരോട് വെല്ലുവിളിക്കുന്നില്ല, അവരോട് സ്നേഹപൂർവ്വം പറയുന്നു, ഞങ്ങൾ കൊടുത്ത 330 പെണ്ണ് ഞങ്ങൾക്ക് പരാതി പറയാൻ വേറെ ഉണ്ട്. എന്താ ഇത്തവണ പോയി നോക്കണം തീരുമാനിച്ചേ? ചില വാർഡിൽ ഞാൻ പറഞ്ഞ ചില വാർഡിൽ നല്ല ഒന്നാന്തരം നല്ല ഭയങ്കര ധൈര്യമായിട്ടുള്ള ലിസ്റ്റ് നിൽക്കുമ്പം അത് മാറ്റിയിട്ട് ചിലർക്ക് വീട് കൊടുക്കുന്ന ശ്രമം കഴിഞ്ഞ വർഷം നടന്നു. അതുകൊണ്ട് ഇത്തവണ തീരുമാനിച്ചാൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി നിശ്ചയിക്കുന്ന ആളുകളും അതിന്റെ നിർമ്മാണ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ പോയി നോക്കി വീട് കൊടുക്കണം. എല്ലാ വീടുകളും പോയി പദ്ധതി നടപ്പാക്കണം. എല്ലാ സ്ഥലത്തും പോയി പൊട്ടിപ്പൊളിഞ്ഞ ചോർന്നൊലിക്കുന്ന പാവങ്ങൾക്ക് 330 വീട് കൊടുത്തി. ലൈഫിൽ 550 വീട് നടപ്പം 350 വീട് ഇതും കൊടുത്തു. വികസനം ഒന്നും ചെയ്തിരുന്നില്ല തന്നെ. ഞങ്ങൾ പറയുന്നു എല്ലാ ദിവസവും പോയി നോക്കണം. കൊടുത്ത വീടിന്റെ ലിസ്റ്റ് ഇവിടെ പേരുണ്ട്, ഒന്ന് പോയി നോക്കണം. പോയി നോക്കിയിട്ട് ആരോടാണ് വിവേചനം കാണിച്ചത്, വിവേചനം കാണിച്ചെന്ന് പറയണം. ഞങ്ങൾ സ്വപ്നം കണ്ടതും ഞങ്ങൾ കണ്ട ചിന്ത മുഴുവൻ 1-ാം വാർഡ് തൊട്ട് 19-ാം വാർഡിൽ ഒരുപോലെ. ഒരു വാർഡിലും ഒരു പാർട്ടിക്കാർ മാത്രമാണ്. UDF ഉള്ള സ്ഥലത്ത് LDF ആളുകൾ അങ്ങനെ പക്ഷം കാണിക്കാനില്ലേ? LDF ജയിച്ച സ്ഥലത്ത് UDF ആരില്ലേ? അവരുടെ നമ്മുടെ ജനങ്ങളല്ലേ? അവരുടെ എങ്ങനെ പക്ഷപാതം കാണിക്കുന്നത്? ഇനിയിപ്പം തെരഞ്ഞെടുപ്പൊന്നുമില്ല, ഏകാധിപത്യത്തിനൊക്കെ കുഴപ്പമില്ല, അടുത്ത തെരഞ്ഞെടുപ്പിലേക്ക് പോകില്ലേ? പക്ഷെ അത് ഞങ്ങളൊക്കെ മനസ്സിൽ ഞങ്ങൾ വരുമ്പോൾ ഞങ്ങൾ നമ്മുടെ സ്വപ്നം ഒരു വിവേചനവും കാണിക്കാതെ ഒരുമിച്ചിരിക്കണം. ഞാൻ പറഞ്ഞ ഒറ്റക്കാർ പറഞ്ഞവരാണ്. ഒരു വിഷമം തോന്നുന്ന ഒരു കാര്യം ഒരു തവണ അവിടെ ഉപയോഗിച്ച് വന്നിട്ട് എത്ര തവണ ഇവിടുന്ന് വർത്താനം പറയുമ്പോൾ UDF മെമ്പർമാരെന്ന് പറയുന്നതല്ലേ, അവര് ന്യായമായ കാര്യം ഉന്നയിക്കുമ്പോൾ ഞങ്ങളൊന്ന് പൊട്ടിത്തെറിച്ചോ അവർക്കറിയില്ലേ? ഇല്ലേ, പറഞ്ഞിട്ടില്ലേ? ഏതെങ്കിലും ഒരു കാര്യം കിട്ടാതെ ഞങ്ങൾ ഒരുമിച്ചല്ലേ സ്വപ്നം, ഞങ്ങൾ ഒരുമിച്ചില്ലേ അവർക്ക് ഏതെങ്കിലും ഒരു മെമ്പറോട് വിവേചനം കാണിക്കും. ഞങ്ങൾ ആ മെമ്പർമാരെ പറയുന്നില്ല കേട്ടോ. ഞാൻ അറിഞ്ഞത് ശരിയാണെങ്കിൽ ഒരുങ്ങിയാൽ മീഡിയയിൽ കൂടെ വന്നതാണ്. ഒരുങ്ങിയാൽ മീഡിയയിൽ കൂടെ വന്ന് എല്ലാം നിൽക്കുമ്പോഴത്തേക്കും എവിടെ വിളി വന്ന് അതിന് മേലെ ഉന്നത സ്ഥാനത്തെയാണ് പറഞ്ഞത്. അവിടെ നിന്ന് ഒരു വിവേകമുള്ള ആൾ വന്നാൽ മതി. നിങ്ങൾ അവരെ വികസനക്കാരും പറഞ്ഞ നിങ്ങളെ തെറ്റെന്ന് ചോദിച്ചു. അപ്പൊ പ്രാദേശികമായിട്ടുള്ള ആൾ വന്നാൽ മതി. അയ്യോ ഇലക്ഷൻ വരാൻ വേണ്ടി പോവാണ്. ഇലക്ഷൻ വരാൻ വേണ്ടി പറയുമ്പോൾ ഞങ്ങളെ മോശമാക്കി ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല. പക്ഷെ നമ്മുടെ ഭരണസഭ മൊത്തം മോശമാകുന്ന ഞങ്ങൾ തെറ്റായ കാര്യം എന്തെങ്കിലും നിങ്ങൾ ഒരു കാര്യം ഒരെണ്ണം ഇതാ ഇന്ന കാര്യത്തിൽ ഞങ്ങൾ വിവേചനം കാണിച്ചു പറയാം. ഒരു പൊതു രാഷ്ട്രീയ രംഗത്ത്, രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയത്തെ സംബന്ധിച്ച് ജനങ്ങളെ സംബന്ധിച്ചാണ്, ഈ പഞ്ചായത്തിലെ ജനങ്ങളെ സംബന്ധിച്ചാണ്. അത് ഏതെങ്കിലും പക്ഷത്തിന് വാങ്ങാൻ വേണ്ടിക്കുന്നല്ല, എല്ലാവരെ സംബന്ധിച്ചാണ്. ഞങ്ങൾ അങ്ങനെ കാണുന്നതിൽ ഒരൊറ്റ കാര്യം വിവേചനം കാണിച്ചത് പറയാൻ പറ്റുന്നില്ല. അത് ഇന്നതാണ് ചിലപ്പില്ലേ മനുഷ്യന് ചിലപ്പോൾ തെറ്റൊക്കെ ഏതെങ്കിലും ഒരെണ്ണമൊക്കെ ചിലപ്പോൾ കൊണ്ടത് കാണിച്ച് ഞങ്ങൾ തിരുത്തും. ഇതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. വികസനം ഒന്നും നടന്നില്ല, 5 വർഷം ഒന്നും ചെയ്തില്ല. അതുകൊണ്ട് ഇനി ഇങ്ങോട്ട് പറയാമെന്ന് പറഞ്ഞിട്ടാണ് ബാക്കികളൊക്കെ പറയുന്നത്. അപ്സര മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണമുദ്ര. അപ്സര ജ്വല്ലറി, മേലെ ബസാർ, ചെറുപുഴ, പാടിയോട്ടുചാൽ, മാതമംഗലം. പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം. ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണങ്ങൾ. കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ. വിശ്വസ്ത സ്ഥാപനം. വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ. സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവെച്ച കമനീയ കലവറ. അപ്സര ജ്വല്ലറി, മേലെ ബസാർ, ചെറുപുഴ. ഫോൺ 04985 240 656.